ഹരി ഓം. എല്ലാ സാധുക്കർക്കും ഒരിക്കൽ കൂടി മീ ടു മീ മെഡിറ്റേഷൻ ചാനലിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യം നമുക്കൊരു സംഭാഷണം ശ്രദ്ധിക്കാം. ഒരിക്കൽ കണ്ണൻ രാധയോട് ചോദിക്കുകയാണ്, രാധയ്ക്ക് കണ്ണനോടുള്ള പ്രണയവും കണ്ണന് രാധയോടുള്ള പ്രണയവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അപ്പം രാധ പറയും, രാധ കണ്ണനെ പ്രേമിക്കുന്നത് അന്ധമായിട്ടാണ്, എന്നാൽ കണ്ണൻ രാധയെ പ്രേമിക്കുന്നതോ ബോധത്താലാണ്. കണ്ണനൊരു സംശയം. കണ്ണൻ പറയും, അതെന്താണ് അങ്ങനെ പറയാൻ കാര്യം? കണ്ണൻ ചോദിക്കുകയാണ്, അതിൻ്റെ വ്യത്യാസം എന്താണ്? രാധ ഈ പറഞ്ഞതിൻ്റെ വ്യത്യാസം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ രാധ പറയും, അത് രാധ കണ്ണനിൽ അലിഞ്ഞു ചേർന്നാൽ മാത്രമേ അതറിയാനാകൂ. അതുകൊണ്ട് കണ്ണൻ തന്നെ രാധയ്ക്ക് അത് പറഞ്ഞു തരും, എന്താണ് വ്യത്യാസം എന്ന്. ഈ പ്രേമത്തിൻ്റെ വ്യത്യാസം എന്താണെന്ന് കണ്ണൻ തന്നെ പറഞ്ഞു തരും. കണ്ണൻ ഉത്തരം കൊടുക്കുകയാണ്, രാധ അന്ധമായിട്ട് പ്രണയിക്കുന്നത് കണ്ണ് തുറക്കാനാണ്, രാധയുടെ കണ്ണ് തുറക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ കണ്ണൻ രാധയെ പ്രണയിക്കുന്നതോ രാധ പ്രണയമാണ് എന്ന് അറിഞ്ഞിട്ടാണ്. ശരിക്കും ഈ ഒരു സംഭാഷണം കണ്ണനും രാധയും തമ്മിലുള്ള സംഭാഷണം മാത്രമല്ല, നമ്മളും നമ്മുടെ ജീവാത്മാവും ആ പരമാത്മാവും തമ്മിലുള്ള സംഭാഷണമാണ്. ഇതാണ് അവധൂത് ഗുരുപ്രസാദ് ജി ആത്മഭാഷണം എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മൾ സാധകരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. കണ്ണനും രാധയും തമ്മിലുള്ള സംഭാഷണത്തെ നമ്മുടെ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള സംഭാഷണമായിട്ട് കണ്ട് മനനം ചെയ്തുകൊണ്ട് നമുക്ക് ഈ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് കായംകുളം ജില്ലയിലെ ഓം അംബികാശ്രമത്തിലാണ്. ഇന്ന് സത്സംഗം ചെയ്യുന്നത് ബ്രഹ്മശ്രീ നിത്യാനന്ദ യോഗിജിയാണ്. നമുക്ക് അദ്ദേഹത്തെ നമ്മുടെ സത്സംഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്തേ സ്വാമിജി, അങ്ങയുടെ ബാല്യവും അങ്ങയുടെ ഒരു ജീവിതയാത്രയെക്കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്, ഒന്ന് സൂചിപ്പിക്കാം. വളരെ ദൂരെയാണ് എൻ്റെ ഗ്രാമം. കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട വില്ലേജിൽ കരിന്തൊട്ടുമുറി പുതുവ വീട്ടിൽ സതിയുടെയും നാണുവിൻ്റെയും രണ്ടാമത്തെ മൂത്തത് എനിക്ക് സഹോദരിയാണ്. അയാളെ രണ്ടാമത്തെ പുത്രനായി ജനിച്ച് അവിടെ തൊട്ട് നമ്മുടെ ജീവിതചര്യകളിൽ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമായിരുന്നു. ആ കുടുംബത്തിൽ കൊച്ചിലെ തന്നെ ജീവിതചര്യകളിൽ ബുദ്ധിമുട്ടുകളും ബന്ധപ്പാടുകളും ഒരു രോഗവും ഉണ്ടായിരുന്നു. അപ്പം ആ രോഗം കൊണ്ട് മുന്നോട്ട് നടക്കുവാനോ അല്ലെങ്കിൽ മുമ്പോട്ട് കയറി പോകാനോ ഒക്കാത്ത ഒരവസ്ഥയിലേക്ക് ശരീരം നമ്മളെ വിടാത്ത ഒരവസ്ഥയിലേക്ക് പൈൽസ് എന്ന് പറയുന്ന രോഗമായിരുന്നു, കുഞ്ഞിലേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രോഗത്തിലൂടെ ദുഃഖം പേറി നമ്മൾ എങ്ങോട്ട് നടന്നാലും രക്തം താഴെ വീഴും. പെട്ടിരിക്കുന്ന വസ്ത്രങ്ങളും അതുപോലെ എപ്പോഴും ചീത്തയായിക്കൊണ്ടേയിരിക്കും. അത് വീട്ടുകാർക്കും വീട്ടിലെ അമ്മയ്ക്കും അതുപോലുള്ള എല്ലാവർക്കും നിരന്തരമായ ഒരു ബുദ്ധിമുട്ടായി മാറി. പിന്നെ പഠിക്കാനും അതിനനുസൃതമായി എന്നൊന്നും സ്കൂളിൽ പോകാനൊന്നും പറ്റില്ലായിരുന്നു. എന്നാലും SLC വരെ പഠിക്കാൻ കഴിയും. അത് അമ്മയുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട്. അങ്ങനെ അമ്മ കുറേ കഷ്ടപ്പെട്ട് അമ്മ NDRTC പോയി ജോലി ചെയ്ത് കിട്ടുന്ന വരുമാനത്തിൽ അതായിരുന്നു, ഞങ്ങൾ 4 പേരായിരുന്നു.
മക്കളുമാർ. അപ്പോൾ മൂത്തത് എനിക്ക് സഹോദരി, അതിനുള്ളത് ഞാൻ, അതിനുള്ളത് എനിക്ക് അനിയൻ, അതിനുള്ളതൊരു സഹോദരി, പിന്നെ 4 പേര്. പിന്നെ ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്താൻ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി. അച്ഛന് ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പം അച്ഛൻ മരിച്ചു. പിന്നെ ജീവിതഭാരം അമ്മയിലായി. അപ്പോൾ അമ്മയെ ഹെൽപ്പ് ചെയ്യാൻ നമുക്കാവുന്ന ജോലികൾ നമ്മളും ചെയ്ത് അങ്ങനെ മുന്നോട്ട് വളരെയേറെ കഷ്ടപ്പെട്ട് അങ്ങനെ ദുഃഖങ്ങളിലൂടെ ഈ അസുഖവും നമ്മളെ പേർക്കൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അങ്ങനെ ഇരിക്കവേ നമ്മൾ മുന്നോട്ട് നീങ്ങി കുറേ കൂടെ മുമ്പോട്ട് പോകുമ്പോൾ 8ാം ക്ലാസ്സിലായപ്പോൾ 13 വയസ്സായി. അപ്പോൾ അമ്മ 5-6 വർഷം കൊണ്ട് എനിക്കൊരു കഷായം വാങ്ങി തന്നുകൊണ്ടിരുന്നതായിരുന്നു ഈ അസുഖം മാറാൻ. അപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായപ്പം അമ്മയോട് ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു, ഇത്ര 6 വർഷം കുടിച്ചിട്ടും കഷായം കുടിച്ചിട്ടും ഒരു മാറ്റവും ഇല്ല, ഇനി അമ്മ കഷായം വാങ്ങണ്ട, നമുക്കൊരു മൃതാനുഷ്ഠാനം തുടങ്ങാം. അങ്ങനെ ഇപ്പോൾ ഈ രോഗത്തിന് ഒരു ശമനം വരാൻ വേണ്ടി വീട്ടിലെ ആഹാരമൊക്കെ വെടിഞ്ഞുകൊണ്ട് 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വ്രതം എടുത്തു. അപ്പോൾ അമ്മയോട് പറഞ്ഞു, ഇനി അമ്മ മരുന്ന് വാങ്ങണ്ട, ഈ രോഗം മാറും, പൂർണ്ണമായിട്ടും മാറും. അങ്ങനെ 13ാമത്തെ വയസ്സിലെ ആ വ്രതം തുടങ്ങി 21 ദിവസം അമ്മയോട് പറഞ്ഞില്ല. 18ാമത്തെ ദിവസമായപ്പോഴത്തേക്ക് വയസ്സിൻ്റെ അസുഖമൊക്കെ മാറി, ഒരുവിധം മാറി. എന്നുവെച്ചാൽ നമുക്ക് സഞ്ചരിക്കുമ്പോഴൊന്നും കുഴപ്പമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ 19ാമത്തെ ദിവസം രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോയി. അതുവരെ അമ്പലത്തിൽ പോയിട്ടില്ലായിരുന്നു. അങ്ങനെ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ ചെന്ന് തൊഴുത് അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടിരുന്നു. അവിടെ കമ്മിറ്റി വിടാം, അമ്പലത്തിൽ ഈ ചെറുപ്പിൻ്റെ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക, വൃശ്ചികമാസത്തെ ചെറുപ്പിൻ്റെ. അപ്പോൾ അവരെന്നോട് ചോദിച്ച് അമ്പലത്തിൽ ഇങ്ങനെ വിളക്ക് കത്തിക്കാവോ 41 ദിവസം. അന്നേരം ഒന്നും ചിന്തിച്ചില്ല. 41 ദിവസം കത്തിക്കാമെന്ന് അവരോട് പറഞ്ഞു. മന്ത്രമൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞു അവർ. പിന്നെ അവർ നമുക്ക് കുറച്ച് മന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. ആ ഒരു തലത്തിലേക്ക് ജീവിതചര്യകൾ മാറാനുള്ളൊരവസരം ഉണ്ടായി. അങ്ങനെ അമ്പലത്തിൽ വിളക്ക് കത്തിപ്പ് തുടങ്ങി. ദേവീക്ഷേത്രം, കുടുംബക്ഷേത്രം, അവിടെ ഇങ്ങനെ വിളക്ക് കത്തിപ്പ് തുടങ്ങി. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നതിൻ്റെ 2ാമത്തെ ദിവസം 21-ാം തീയതിയാണ് വിളിച്ചു വന്നു. അപ്പം അന്ന് തൊട്ട് വിളക്ക് കത്തിപ്പ് തുടങ്ങി. അങ്ങനെ അമ്പലത്തിൽ വിളക്ക് കത്തിച്ച് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി. അവിടുത്തെ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ രാവിലെ പോവും, സ്കൂളിൽ പോവും, വന്നിട്ട് സ്കൂളിൽ പോവും, വീണ്ടും വൈകിട്ട് ചെല്ലും, അവിടെ റെക്കാർഡൊക്കെ വെക്കും. അവിടുത്തെ പൂജാതി വൈകിട്ടാണ് അവിടെ ഈ ചെറുപ്പ് നടത്തും. അങ്ങനെ 41 ദിവസത്തെ ചെറുപ്പ് നടത്താനുള്ള ഭാഗ്യം കിട്ടി. അങ്ങനെ 41 ദിവസത്തെ ചെറുപ്പ് നടത്തി. അങ്ങനെ അമ്പലത്തിലെ കാര്യങ്ങളുമായിട്ട് ഇടപെടാൻ ഒരവസരം നമ്മുടെ ആ സങ്കല്പത്തിലൂടെ ഒരുക്കും. അതങ്ങനെ തുടർച്ചയായി അമ്പലത്തിൽ വിളക്ക് കത്തിക്കാനും മൈക്ക് വെക്കുവാനും അങ്ങനെ അവിടുത്തെ ഒരു സങ്കല്പത്തിൽ ഇങ്ങനെ നീങ്ങാനുള്ളൊരു ഭാഗ്യമുണ്ടായി. അപ്പം സ്കൂളിൽ പോവുകയും ഈ രോഗം മാറുകയും നമുക്ക് നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ളൊരവസരമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ രീതിയിലേക്ക് മാറി. അപ്പം പിന്നെ പതുക്കെ ജോലി, ഞാൻ പറഞ്ഞു വീട്ടിലെ ഭാരം, അപ്പോൾ അത് അമ്മയെ സഹായിക്കാൻ വേണ്ടി ചെറിയ രീതിയിലുള്ള കൊച്ചു കൊച്ചു ജോലികളിലൊക്കെ പോവുകയും അവിടെ നിന്ന് കിട്ടുന്ന ധനം കൊണ്ട് എല്ലാ രീതിയിലും ജീവിക്കാനുള്ളൊരു സന്തോഷപ്രദമായ ജീവിതമായി. അങ്ങനെ കുറേശ്ശെ പഠിക്കുകയും അതിനോടൊപ്പം ജോലി ചെയ്യുകയും മറ്റുള്ള നമ്മുടെ അതുപോലുള്ള സുഹൃത്ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ അവിടെ ക്ഷേത്രത്തിൻ്റെ തൊട്ട് മുന്നിൽ ഒരു മൈതാനമുണ്ട്. അപ്പം അവിടെ പിള്ളേർ പന്ത് കളിക്കും. അപ്പോൾ അവരവിടെ കളിക്കാനും അങ്ങനെ എല്ലാ കാര്യത്തിലേക്കും വ്യാപരിക്കാനൊക്കെ തുടങ്ങി. കുറേ കഴിഞ്ഞ് SLC ആയപ്പോൾ ഈ പൂജ തുടങ്ങി. ഈ പൂജയ്ക്ക് ഇടയ്ക്കടിച്ച് അത് പോട്ടെ സാറില്ല. പൂജ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അമ്പലത്തിൽ പോയിട്ട് വരുമ്പോൾ എന്നോട് അമ്മ ചോദിച്ചു മുന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ തീരുമാനത്തിലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ അച്ഛൻ നല്ലൊരു വൈദ്യനായിരുന്നു. അങ്ങനെ ഈ ആയുർവേദത്തിലെ പൊതുവ വൈദ്യനെന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. തിരുവനന്തപുരത്ത് നിന്നൊക്കെ തള്ളുന്ന കേസുകളും ഏറ്റെടുത്ത് നടത്താൻ കഴിവുള്ള ഒരു
ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അച്ഛനാണ് പത്മനാഭൻ എന്ന് പറയും. പത്മനാഭൻ വൈദ്യൻ എന്ന് പറഞ്ഞാൽ പൊതുവ വൈദ്യൻ എന്ന് പറയുമ്പോൾ എല്ലാവരും അറിയപ്പെടുന്നു. പൊതുവ എന്ന് പറഞ്ഞാൽ വീട്ടുവരെ. അപ്പോൾ അതെല്ലാവരും അറിയുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ അച്ഛൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ അമ്മ ഇങ്ങനെ എപ്പോഴും മുൻനിർത്തി പറയുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു മരുന്നും ഇല്ലാത്ത ഒരു ചികിത്സയിലൂടെ ജീവിതചര്യകളിലേക്ക് മാറാനാണ് എൻ്റെ ആഗ്രഹം. അതിനനുസരിച്ച് ഞാൻ ഈ വ്രതം എടുത്തു, ഇത് മാറി. അപ്പോൾ ഇനി മരുന്നില്ലാത്തൊരു തലത്തിലേക്ക് ഇങ്ങനെ ചികിത്സാ സമ്പ്രദായം കണ്ടെത്താനാണ് നമ്മുടെ ഒരു വഴി. അങ്ങനെ 8-ലായി 9-ലായി 10-ലായപ്പം നമ്മുടെ സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്ന് വീട്ടിലെ പ്രാരാബ്ദങ്ങളൊക്കെ ഒരുവിധം ഇങ്ങനെ ലെവലായി വരുന്നു. എനിക്കുള്ള മൂത്ത സഹോദരിയും അന്ന് ജോലിക്ക് പോകുമായിരുന്നു. അമ്മയുടെ കൂടെ ജോലിക്ക് പോകും. അപ്പം ഞാനും അതിനോടൊപ്പം ജോലി ചെയ്യും. അങ്ങനെ ഞങ്ങൾ കൂട്ടായിട്ട് പ്രയത്നിച്ച് 79 ഒരു ചെറിയ വീട് വെച്ച്. അപ്പോൾ ആ വീടിൻ്റെ പണിയൊക്കെ തീർന്ന് ഞങ്ങളിങ്ങനെ അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പോൾ അന്ന് ഈ ബാലയാപല്യത്തിൻ്റെ വീട്ടിൽ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് പോയി സൈക്കിൾ ചവിട്ടുക പതിവായിരുന്നല്ലോ നമ്മൾ കുഞ്ഞുങ്ങളായി. അപ്പോൾ അങ്ങനെ പോയി മറിഞ്ഞു വീണ് കുടലെല്ലാം വെളി വന്നു. അങ്ങനെ ഒരു വലിയ ആക്സിഡൻറ്റ് കിട്ടി. അപ്പം നാട്ടുകാരാണെന്ന് എല്ലാവരും കൂടിയാണ് വീണ്ടും നിർത്തി നമ്മളെ സംരക്ഷിച്ചത്. അവിടെ നാട്ടിൽ നിന്നൊക്കെ നടന്ന് ആൾക്കാർ വീശിച്ച് അങ്ങനെ അന്ന് അടൂർ ഗോപിനാഥൻ ഡോക്ടറെന്നും അയ്യപ്പൻ ഡോക്ടറെന്നും പറയുന്ന അവരാണ് അന്ന് ഓപ്പറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ അവരാണ് നമ്മളെ അതിൽ നിന്നും തിരിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. 6 മാസം എടുത്തുമാണ് ആ മുറിവൊക്കെ കഴിയുക. 6 അതിൽ കൂടുതലായിരുന്നാലും ഒരു 6 മാസമെങ്കിലും പൂർണ്ണമായിട്ടും നമുക്ക് റെസ്റ്റ് എടുക്കേണ്ട സാഹചര്യം വന്നു. അങ്ങനെ പഠിത്തം വളരെ ഇതിലായി. വീണ്ടും പഠിക്കാൻ വീണ്ടും ചെന്ന് എന്തായാലും തോക്കാതെ അവിടെ കയറി വരാൻ പറ്റും. അങ്ങനെ വീണ്ടും SLCക്ക് അടുത്ത വർഷം SLC പഠിച്ച് അത് കഴിഞ്ഞിട്ട് വന്നപ്പോൾ ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് നമുക്കിങ്ങനെ സഹകരിക്കാനും പല സന്യാസിമാരോട് സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ പല രീതിയിൽ ഒരുക്കുക. അതിനോടൊപ്പം ജീവിതചര്യകളിലേക്ക് മാറുവാൻ മണലിൻ്റെ രംഗങ്ങളിലേക്ക് മണലുവാരായി. പിന്നെ ഇച്ചിരൂടെ ശാരീരിക പുഷ്ടി വന്നപ്പോൾ മണലിൻ്റെ ജോലികളൊക്കെ ഏറ്റെടുക്കുകയും അങ്ങനെ മണൽ വാരുമ്പോൾ സാമ്പത്തികമായിട്ട് നമുക്കൊരു ഭദ്രത ഉണ്ടാവുകയും അങ്ങനെ വീടിൻ്റെ പണിയൊക്കെ ബാക്കിയുള്ളത് തീർക്കും. അങ്ങനെ മുമ്പോട്ട് നമുക്ക് കയറിപ്പോകാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഉണ്ടാകുകയൊക്കെ ചെയ്തു. പിന്നെ മൂത്ത സഹോദരിയുടെ കല്യാണമൊക്കെ നടത്തേണ്ട ഒരു പ്രാരബ്ധം നമ്മളിൽ തന്നെയായിരുന്നു. അപ്പോൾ അതെല്ലാം മംഗളകരമായി നടത്തി. അത് കഴിഞ്ഞ് അനിയൻ്റേതായ രീതി അവനും SLC കഴിഞ്ഞപ്പോൾ അവനും ജോലിക്കൊക്കെ ഇറങ്ങാനുള്ളൊരു സംവിധാനമായി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂട്ടായിട്ട് ജോലി ചെയ്തു. അങ്ങനെ വീട്ടിലെ കാര്യങ്ങളും കർമ്മങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നു. അതൊക്കെ അനിയൻ്റെ മൂത്ത സഹോദരിയെ അയച്ച് അവരുടേതായ രീതിയിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു വിട്ടു. പിന്നെ അനിയൻ്റേതായ രീതിയിൽ ഒരു സങ്കല്പമൊക്കെ ഇട്ട് അവനെയും ഒരു വിവാഹത്തിൻ്റെ ഏർപ്പാടിൽ ഏർപ്പെടുത്തി. അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഇളയ സഹോദരി അപ്പോഴത്തേക്കൊരു അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയ്യനെ തിരഞ്ഞെടുത്ത് അവളങ്ങനെയെന്ന് പോയി. അങ്ങനെ പ്രാരബ്ധങ്ങളെല്ലാം തീർന്നു. പിന്നെ ജീവിത ലൈനിലേക്ക് നമ്മളന്നേരം ഈ അമ്പലത്തിന് നാമജപമൊക്കെ നിർത്തി പതുക്കെ സംഘടനയിലേക്ക് ഇറങ്ങി. അവിടെ ഒരു സംഘടന ഞാൻ പറഞ്ഞില്ല, YMA എന്ന് പറയുന്നൊരു സംഘടന, ഫുട്ബോൾ കളിയുടെ. അപ്പോൾ അവിടെ അതിൻ്റെ പ്രസിഡൻറ്റും ആവാനുള്ളൊരു സാഹചര്യമൊക്കെ ഒരുക്കി. അങ്ങനെ അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരിക്കുകയും അതിനോടൊപ്പം അവിടുത്തെ സമൂഹത്തിലുള്ള ആൾക്കാരെല്ലാവരോടും കൂടി ഞങ്ങളൊരു നല്ല കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അവിടെ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ച് പിന്നെ സമൂഹത്തിൽ ഏത് കല്യാണം നടന്നാലും അവർക്കൊക്കെ പോയി നമ്മൾ സഹായിക്കും. അങ്ങനെ ഏത് കാര്യത്തിലും നമ്മൾ മുന്നിട്ട് നിൽക്കുകയും ആ സംഘടനയിലുള്ളവരെല്ലാം ഒരു കല്യാണമോ 2 കല്യാണമോ 3 കല്യാണമോ 4 കല്യാണം വന്നാലും ഞങ്ങൾ 94 പേരുണ്ടായിരുന്നു മെമ്പർമാർ. അപ്പോൾ എല്ലാവരും അതിനകത്ത് ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടായി. പിന്നെ കുറേ കർക്കശ തീരുമാനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിക്കരുത്, വീടി വലിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഘടനയ്ക്ക് കുറേ തീരുമാനങ്ങളുണ്ടായതുകൊണ്ട് എല്ലാവർക്കും അതിൽ അംഗത്വം കിട്ടാൻ പാടായിരുന്നു. അങ്ങനെ ഇതിൽ അംഗത്വം ആവാനുള്ള പ്രശ്നങ്ങളും സാഹചര്യങ്ങളൊക്കെ പലരും കോമ്പറ്റീഷനൊക്കെ ഉണ്ടായെങ്കിലും അതിൽ നിന്നെല്ലാം അതിജീവിച്ച് നമ്മൾ വീണ്ടും ഈ രംഗത്തെത്തി. അപ്പോൾ അവിടെ ഇങ്ങനെ സത്സംഗത്തിന് ഓരോരുത്തരെ അവിടെ ഞങ്ങളിങ്ങനെ എല്ലാ 1-ാം തീയതി അഖണ്ഡനാമം ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചു. അന്നേരം അമ്പലത്തിൽ തന്നെ പച്ചരിയൊക്കെ വെച്ച് പച്ചച്ചോറുണ്ടാക്കി വരുന്നവർക്കും കൊടുക്കും, ഞങ്ങളും കഴിക്കും. അങ്ങനെ നിരന്തരം ആ 1-ാം തീയതി അങ്ങനെ ആ അഖണ്ഡനാമ ജപത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വൈകിട്ട് നമ്മളിത്
സമാപിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പ്രഭാഷണത്തിന് വേണ്ടി ആരെങ്കിലുമൊക്കെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പലരെയും വിളിച്ചു. അങ്ങനെ ഈ ഭാഗത്തേക്കുള്ള പല സ്വാമിമാരെയും വിളിക്കാനുള്ള അവസരം, കറ്റാനം ഗുരുവായൂരൻ സ്വാമിയും അതുപോലെ ഒരുപാട് പേരെ നമുക്ക് അങ്ങനെ വിളിക്കാനുള്ള അവസരങ്ങളുണ്ടായി. പ്രൊഫസർ രാഘവൻ സാർ, പിന്നെ ഇവിടെ അങ്ങനെ കുട്ടപ്രസാദ്, അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ആ പരിപാടികളിലേക്കൊക്കെ വിളിക്കുവാനും അവരെയൊക്കെ നമുക്ക് വേണ്ടുന്ന രീതിയിലുള്ള അവരുടെ ആ പ്രഭാഷണങ്ങളൊക്കെ കേൾക്കാനും അതിലൂടെ നമ്മുടെ ജീവിതചര്യകളെ നമുക്ക് മാറ്റുവാനൊക്കെ ഉള്ളൊരവസരം ഒരുക്കി. അങ്ങനെ ആ അമ്പലത്തിലെ പൂജയിലൂടെ നമ്മൾ മുമ്പോട്ട് കയറി വന്നു. ആ രീതിയിൽ അവിടുത്തെ അഖണ്ഡനാമ ദൈവത്തിലും അവിടുത്തെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ യാവർദ്ധനായി നിന്ന് കുറേ നാൾ കഴിഞ്ഞ് അതെല്ലാം വിട്ടിട്ടാണ് 85 ഞാൻ 81 SLC ചെയ്തു. 4 വർഷം പിന്നെ അങ്ങനെ ജോലിയും കാര്യങ്ങളും സഹോദരിയുടെ കല്യാണവും അങ്ങനെ ആവിധ വിഷയങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കടവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം തീർത്ത് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം 85 ഞാൻ ഈ ആശ്രമത്തിൽ, നമ്മുടെ ആശ്രമത്തിൽ അതാണ് അവിടുത്തെ അതിനുമുമ്പ് ഒരുപാട് സന്യാസിമാരുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ ഒരുപാട് വന്നുകൂടി. അങ്ങനെ പല സഞ്ചാരങ്ങളും പല കാര്യങ്ങളൊക്കെ ചെയ്ത് പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച് അങ്ങനെ ഒരുപാട് ആശ്രമങ്ങളിലൊക്കെ പോയി അങ്ങനെ സ്വാമിമാരുമായിട്ടൊക്കെ ഒരുപാട് സംവാദം നടത്തി അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെ 18ാമത്തെ വയസ്സിൽ യോഗ പഠിച്ച് യോഗയിലൂടെ നമ്മുടെ ജീവിതചര്യകളിൽ മാറ്റിമറിക്കാനുള്ള ഒരവസരം ഭഗവാനൊരുക്കി തന്നു. അങ്ങനെ ആ ശാസ്ത്രത്തിലൂടെ നമ്മുടെ ജീവിതം കുറേ കൂടെ നമുക്ക് നമ്മുടെ ആ ഉദ്ദേശ ലക്ഷ്യം നാമജപം അന്ന് നാമം ജപിച്ച് നമുക്ക് മാറിയതുപോലെ നമ്മുടെ ശരീരത്തിൻ്റെ ശാസ്ത്രം കുറച്ച് പഠിക്കുവാനും അതിലൂടെ നമുക്ക് രോഗനിവാരണം വരുത്തുവാനും ഉള്ളൊരു സാഹചര്യം ഒരുക്കി. അങ്ങനെ ആശ്രമത്തിൽ വന്ന് 18ാമത്തെ വയസ്സിൽ ആശ്രമത്തിൽ വന്ന് ആശ്രമത്തിലൂടെ നമ്മൾ യോഗയും മെഡിറ്റേഷനും അതിനോടൊപ്പം ഈ വിധ കാര്യങ്ങളുമൊക്കെ രോഗങ്ങളായിട്ട് അവിടെ പിള്ളേർ പന്ത് കളിക്കുമ്പോൾ അവിടെ നമ്മുടെ ആശ്രമത്തിന് തൊട്ട് മുമ്പിലൊരു ഗ്രൗണ്ടാണ്. അവിടെ ഫുട്ബോൾ കളിക്കുന്ന കുഞ്ഞുങ്ങളുടെ കയ്യും കാലുമൊക്കെ പോവുകയും ചിരട്ട തട്ടി പോവുകയും അങ്ങനെ കൈയൊക്കെ മുട്ടും ചുട്ടുമൊക്കെ മാറി അല്ലെങ്കിൽ വിരലൊക്കെ കുഴപ്പമുണ്ടാകുമ്പോൾ അവരവിടെ ഓടി വരും. ഞാനതെല്ലാം ശരിയാക്കി കൊടുക്കും. അങ്ങനെ അവരിലൂടെ ഇത് സമൂഹത്തിലേക്ക് കുറച്ച് പോയി. അങ്ങനെ പതുക്കെ സമൂഹത്തിൽ നിന്നും ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഗൾഫിലുള്ളവരൊക്കെ അറിഞ്ഞ് ഈ കുഞ്ഞുങ്ങളുടെയൊക്കെ അച്ഛന്മാരൊക്കെ ഗൾഫിലുള്ളവരൊക്കെ വന്നപ്പോൾ അവർ വന്ന് അവരിലൂടെ ഇത് ഗൾഫിലൊക്കെ അവരുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോൾ ദൂരെയുള്ളവർ ഇപ്പം എറണാകുളത്തും അല്ലെങ്കിൽ മദ്രാസിലും അല്ലെങ്കിൽ ബാംഗ്ലൂരിലും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഇപ്പോഴത്തെ നമ്മുടെ ഈ നിലയിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചു. അങ്ങിപ്പം പറഞ്ഞല്ലോ മരുന്നില്ലാതെ ചികിത്സിക്കുന്ന ഒരു സമ്പ്രദായം എന്ന് ആലോചിക്കാം.
എന്താണ് അങ്ങയുടെ ചികിത്സാ രീതി എന്നൊന്ന് വ്യക്തമാക്കാമോ? ഇപ്പം നമുക്ക് ഉദാഹരണം ഇപ്പോൾ ആയിരിക്കുന്ന പോയി അദ്ദേഹം 3 വർഷം കൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ പക്ഷപാതം പിടിച്ചതാണ്, സ്ട്രോക്ക് വന്നു. 3 വർഷം കൊണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കിടന്നത് ഒക്കെ ചികിത്സയൊക്കെ ചെയ്ത് തെറാപ്പിയൊക്കെ ചെയ്ത് എല്ലാം നോക്കിയത്. അപ്പം ഞാനിവിടെ വരുന്നതാണ് ആരോ പറഞ്ഞ് അദ്ദേഹം അറിഞ്ഞ് ഇവിടെ വന്നതാണ്. നമ്മൾ പറഞ്ഞൊന്നും പറഞ്ഞില്ല, ഇപ്പോഴും അദ്ദേഹം നമ്മളവിടെ അല്ലയോ ചികിത്സിക്കാൻ വന്നത്. അപ്പം അദ്ദേഹം ഇവിടെ അടുത്ത വീട്, അദ്ദേഹത്തിൻ്റെ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ 2 ആഴ്ചയിലായാലും പണി വന്നിട്ട് 2 ആഴ്ചയിൽ അദ്ദേഹത്തിനുണ്ടായ മാറ്റം അദ്ദേഹത്തിന് നടക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് എത്തി. ഇപ്പോൾ ഇന്ത്യ ഒന്ന് നടക്കാനുള്ള അവസ്ഥയിലേക്ക് നമുക്ക് ആക്കി കൊടുക്കാൻ കഴിഞ്ഞു. 3 വർഷം കൊണ്ട് കിടന്ന ആളാണ്. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏത് രോഗവും ഏത് രോഗത്തെയും നമുക്ക് ശരീരത്തിലെ എല്ലാ ഗ്രന്ഥികളെയും ഒരുപോലെ ആക്റ്റീവാക്കുന്ന ഒരു ക്രമമാണ് നമ്മൾ ചെയ്യുന്നത് ചികിത്സ. ഏത് രോഗത്തെയും നമുക്ക് മാറ്റാൻ പറ്റും, ഇന്ന രോഗമൊന്നുമില്ല. ഇപ്പം നമുക്ക് തലവേദനയാണെങ്കിൽ അത് മാറ്റാൻ പറ്റും, അതല്ല അശ്രാന്ത രോഗമാണെങ്കിൽ അത് മാറ്റാൻ പറ്റും, അതല്ല കാലും കൈയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അനങ്ങാതിരിക്കുന്ന കാലും കൈയൊക്കെ ആണെങ്കിൽ ജോയിൻസുകൾ നമ്മൾ അനക്കി പതുക്കെ നാടികളിൽ തട്ടി അത് മാറ്റി കൊടുക്കും. അല്ലാതെ വേറെ രീതിയിലുള്ള എല്ലാ ഗ്രന്ഥികളെയും ഒരുപോലെ ആക്റ്റീവാക്കുക. ഗ്രന്ഥികൾ ആക്റ്റീവാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എല്ലാ തലങ്ങളിലേക്കും രക്തം ഓടിയെത്തുമ്പോൾ ഏതുവിധ രോഗങ്ങളുണ്ടെങ്കിലും പ്രതിരോധ ശക്തി വർദ്ധിക്കുക നമുക്ക്. അപ്പം അതിലൂടെ നമുക്ക് മാറ്റങ്ങളുണ്ടാകും. എല്ലാ ഗ്രന്ഥിയും ഇപ്പം തൈറോയ്ഡുണ്ട്, എവിടെ പോയാൽ ആര് ചികിത്സിച്ചാലും മരുന്ന് എന്നും കൂടത്തതേയുള്ളൂ. ഇവിടെ വന്നാൽ നമ്മൾ തൈറോയ്ഡ് പൂർണ്ണമായിട്ടും മാറ്റി കൊടുക്കും. കാരണം എന്താ, ഗ്രന്ഥിയെ പ്രവർത്തിപ്പിക്കുക. ഇപ്പോൾ ഷുഗർ എല്ലാവരും വലയുക, ഷുഗറുമുണ്ട്. ഇവിടെ വന്നാൽ നമ്മൾ ഷുഗർ പൂർണ്ണമായി മാറ്റി കൊടുക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ഗ്രന്ഥിയെ നമ്മൾ പ്രവർത്തിപ്പിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ചികിത്സ. ഏത് രോഗമുണ്ടെങ്കിലും പ്രോസ്റ്റേറ്റിൻ്റെ ആയാലും ചിലപ്പോൾ അങ്ങനെയും വരാമല്ലോ, പ്രായമുള്ളവർക്കൊക്കെ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാം. അപ്പോൾ ഏത് അസുഖങ്ങൾ വന്നാലും അതിനെ നമ്മുടെ ആ ഗ്രന്ഥിയെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ക്രമമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് നാടികളിൽ തട്ടിയാണ് ആ ക്രമം എടുക്കുന്നത്. അല്ല നമുക്ക് ഇങ്ങനെ പറഞ്ഞ് മാറാൻ പറ്റുന്നതല്ലല്ലോ. അപ്പോൾ അവിടെ എന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു മർദ്ദനം ഇങ്ങനെ നമ്മൾ ചെറിയൊരു തട്ട് കൊടുക്കുക. അപ്പോൾ അത് പൂർണ്ണമായും മാറുക. അങ്ങനെയാണ്. കേൾക്കാത്തവർക്ക് കേൾക്കുന്നു, കാണാത്തവർ കണ്ണ് കാണാൻ വയ്യാത്ത ഒരു പയ്യൻ എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി ഒരു നാൾ തൊട്ടേ കാണാതിരിക്കുക. അപ്പോൾ അവന് കാണാൻ വേണ്ടി അവൻ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. അതും വലിയ താമസമില്ലാതെ ശരിയാവും. അപ്പോൾ ഒരു വർഷം കൊണ്ട് എൻ്റെ കൂടെ ഉണ്ട്. അപ്പം അവർ തിരുവനന്തപുരത്തിന് കുറച്ചും കൂടെ കിഴക്കോട്ട് ചെല്ലുമ്പോൾ അവിടെ ഉള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഒരു വർഷം കൊണ്ട് അവിടെ വേറെ വീടൊക്കെ എടുത്ത് ഒരു മാമൻ്റെ വീടുണ്ട്, അവിടെ നിന്ന് താമസിച്ച് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെയും ചികിത്സ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആര് വന്നിട്ടുണ്ടെങ്കിലും നമ്മളിതുവരെ ഇവിടെ വയ്യാന്ന് പറഞ്ഞ ഒരു രോഗവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഏത് വന്നിട്ടുണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും ഗുരുകൃപാ കടാക്ഷം കൊണ്ടും ഇവരുടെ എല്ലാം നമ്മുടെ പൂർവികരുടെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും അതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കണം. അപ്പം രോഗത്തിന് തുടങ്ങുമ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞില്ല എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇതാണ്, എല്ലാ ഗ്രന്ഥികളെ ആക്റ്റീവാക്കുന്ന ഒരു ക്രമമാണ് നമ്മൾ ചെയ്യുന്ന ക്രമം. അപ്പോൾ അതിനനുസൃതമായി ഏത് രോഗത്തെയും നമുക്ക് പൂർണ്ണമായും മാറ്റിക്കൊടുക്കാൻ കഴിയും. അത് ഇതുകൊണ്ടാണ് ഇങ്ങനെ ഗ്രന്ഥി ആക്റ്റീവ് ആകുമ്പോൾ ഇപ്പോൾ ആ പയ്യൻ്റെ ഒരു സൈഡ് കൈയും കാലും ഒന്നും പൊങ്ങുന്നില്ല. അപ്പോൾ അത് നമ്മൾ കുറച്ച് ഇപ്പം കൈയൊന്നും ഇങ്ങനെ അനങ്ങത്ത് പോലും ഇല്ല, ഇങ്ങനെ വിരൽ പോലും അല്ലെങ്കിൽ കൈ ഇങ്ങനെ പോലും ഒന്നും അനങ്ങത്തില്ല. ഇപ്പോൾ ആ കൈയൊക്കെ അനക്കാനും കാലനക്കാനും നമ്മൾ തുടങ്ങി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഏത് രോഗവും നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഒരു 3-4 ആഴ്ച അല്ലെങ്കിൽ ഒരു 6 ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ല പോലെ നടക്കും. അപ്പം വന്ന് 2 ആഴ്ച ആയതേ ഉള്ളൂ, ഒരുവിധം തന്നെ നടക്കാറായി ഇല്ലയോ? മറ്റേ ഒട്ടും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. ഹലോ, അങ്ങ് ഈ വിദ്യ പറഞ്ഞില്ലേ, ഈ നാഡിയെ തട്ടി ഉദ്ദേശിപ്പിച്ച് ഇത് എവിടെ നിന്നാണ് അങ്ങ് സ്വായത്തമാക്കിയത്? ഇത് ഞാൻ ആശ്രമത്തിൽ വന്നതിന് ശേഷം ഞാൻ പഠിച്ചു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം അടുക്കും ചിട്ടയായിട്ട് ഒന്നുകൂടെ പഠിച്ചതിന് ശേഷം സ്വാമിജിയെ മനസ്സിൽ കണ്ടോണ്ട് സ്വാമിജി സമാധിയായിട്ട് 1967 മീനം 14-ാം തീയതി സ്വാമിജി സമാധിയാകും. സ്വാമിജിയുടെ പേരെന്തായിരുന്നു? വിമലാനന്ദ യോഗി തിരുവടി. അദ്ദേഹത്തിൻ്റെ ആ ഒരു ചര്യകളിലൂടെ ജീവിത ചര്യകൾ കൊണ്ടുപോകാൻ വേണ്ടി അദ്ദേഹം ഒരു ഗുഹയിലിരുന്ന അനുഷ്ഠാനം ചെയ്തു. അവിടെ ഫലിക്കാവില്ല ആ ഗുഹയുണ്ട്. അപ്പോൾ അതിനകത്തിരുന്ന് അനുഷ്ഠാനം ചെയ്യുന്ന ആ ഒരു ക്രമത്തിലേക്ക് നമ്മൾ കുറച്ച് ദിവസം അല്ലിരുന്ന് നമ്മുടെ അദ്ദേഹത്തിനെ ഇങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ നമ്മുടേതായ തലത്തിൽ ധ്യാനിച്ച്
ആ ഒരു ക്രമത്തിലേക്ക് നമ്മുടെ ഗുരുനാഥൻ നമുക്ക് മറ്റേ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നിർമ്മലാനന്ദ യോഗത്തിലൂടെയുണ്ട്. അദ്ദേഹമാണ് എനിക്ക് ഈ ക്രമങ്ങളെല്ലാം പറഞ്ഞു തന്നെ, അനുഷ്ഠാന ക്രമങ്ങൾ. അദ്ദേഹത്തിൻ്റെ ആ പറഞ്ഞു തന്ന ചര്യകളനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ആ ഒരു തലത്തിൽ ഇരുന്ന് നാമം ജപിക്കുമ്പോൾ നമുക്കുണ്ടായ അനുഭവമാണ്. പിന്നൊരാൾ വന്നാൽ അദ്ദേഹത്തിന് ഇന്ന അസുഖമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിനോട് പോകാൻ പറയും, നാളെ വരാൻ പറയും. എന്നിട്ട് നമ്മൾ കയറി ഇരുന്ന് അവിടെ ഇരുന്ന് അനുഷ്ഠാനം ചെയ്തിട്ട് ആ മനസ്സിൽ തോന്നുന്ന ആ ഭാഗത്ത് നമ്മളിങ്ങനെ തട്ടുക. അപ്പോൾ പിറ്റേന്ന് അദ്ദേഹത്തിന് ആ വന്ന് നമ്മൾ തട്ടി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് നമ്മളന്ന് 7 ദിവസമാണ് പറഞ്ഞത്. ആ 7 ദിവസം കൊണ്ടത് മാറ്റം ഉണ്ടാവും, നല്ല മാറ്റം ഉണ്ടാവും. അപ്പോൾ അതോടുകൂടി ആൾക്കാരിങ്ങനെ വരാനും നമ്മളിങ്ങനെ ഓരോ ദിവസം വരുന്നവരെയും നമ്മളിങ്ങനെ പറഞ്ഞു വിട്ടായിരുന്നു അന്ന് ചികിത്സിക്കും. കുറേ നാളായപ്പോൾ നമുക്ക് പിന്നെ ഈ അസുഖങ്ങളായിട്ട് വരുന്നവർക്ക് പിന്നെ നമുക്ക് അതെല്ലാം സഹായത്വമായിരിക്കുന്നത് ഓരോരുത്തർക്ക് ചെയ്ത ആ ക്രമം അനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നവരെയും നമുക്ക് യാതൊരു ദോഷവുമില്ലാതെ അതെല്ലാം കൊണ്ടുപോകാൻ കഴിയുന്നു. നമ്മുടെ കഴിവല്ല, പൂർവ്വജന്മ സുഹൃതമോ ഗുരുനാഥന്മാരുടെ അനുഗ്രഹമോ ഈ പരമ്പരയുടെ ശക്തിയോ ഒക്കെ ആയിരിക്കാം. എന്തായാലും അതുകൊണ്ട് ഇവിടെ വന്നതിന് ശേഷം നമ്മളിങ്ങനെ വിവിധ കാര്യം അതിന് മുമ്പേ തട്ടിയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. ഏതാ കാലും കൈയൊക്കെ പോയാൽ ജോയിൻ്റൊക്കെ പോയാൽ തട്ടിയൊക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അല്ലാതുള്ള കാര്യങ്ങളൊന്നും ശരിക്കും നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് അറിയത്തില്ലല്ലോ എവിടെ തട്ടണമെന്നൊന്നും അറിയത്തില്ല. എന്നാൽ ഇങ്ങനെ കയറി അദ്ദേഹത്തെ ധ്യാനിച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കൃത്യമായി അത് മാറാൻ തുടങ്ങി. അങ്ങനെ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു തലത്തിലേക്ക് എത്താൻ കഴിയും. ഇപ്പം നമുക്ക് ധ്യാനിക്കൊന്നും വേണ്ട. ഇപ്പം നമ്മുടേതായ രീതി അതേ ആ വന്ന പല രീതിയിലുള്ള രോഗങ്ങളെല്ലാം ഇങ്ങനെയുള്ള ഒരു 44 വർഷം കൊണ്ട് നമ്മൾ ഇത് ചികിത്സിക്കുക. അല്ല ഇന്നലെ തുടങ്ങിയല്ല, 18ാമത്തെ വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇപ്പം 44 കൊല്ലം കൊണ്ട് നിരന്തരമായി നമ്മളിങ്ങനെ കൊണ്ടുപോവുകയും അതിപ്പം നമുക്കത് സാഹിത്യമായി നിൽക്കുകയും ചെയ്യാം. അപ്പോൾ ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഒരു നല്ലത്. അന്നൊക്കെ നമ്മൾ ആദ്യത്തെ ഒരു 2 വർഷം ആൾക്കാർ വരുമ്പം ചില കട്ടിയായിട്ടുള്ള രോഗങ്ങളൊക്കെ ആണെങ്കിൽ അവരോട് പറയും പോയിട്ട് നാളെ വാ. അവർ ചോദിക്കും എന്താണ് അത് നിങ്ങൾ നാളെ വാ, ഇന്നിപ്പം അതിന് ഒരു പ്രതിവിധി കണ്ടെത്താൻ പറ്റത്തില്ല, നിങ്ങൾ പോയിട്ട് വരുമ്പോൾ നിങ്ങളെ കണ്ടതേ ഉള്ളൂ, ഞാൻ അതെൻ്റെ മനസ്സിലിരുത്തി ഒന്ന് വിശകലനം ചെയ്താലേ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ പറ്റൂ, അതുകൊണ്ട് നിങ്ങൾ ഇന്ന് പോകും നാളെ വരാൻ പറയും. അങ്ങനെയാണ് നമ്മൾ ഓരോരുത്തരെയും പറഞ്ഞു വിടുകയും പിന്നെ നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തപ്പം അവൾക്ക് കൊണ്ട് നമുക്കതൊക്കെ സാഹിത്യമായി വന്നതാണ്. അല്ലാതെ ആരും ഇതൊന്നും പറഞ്ഞു നിന്ന് പഠിപ്പിച്ചതല്ല. ഒരാളിൽ നിന്നും പറഞ്ഞു പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയില്ല. ഇങ്ങനെയുള്ളൊരു ചികിത്സയൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമുക്കങ്ങനൊന്നും പഠിക്കാൻ പറ്റില്ല. പക്ഷേ ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ പരമ്പരയുടെ ശക്തി കൊണ്ടും നമ്മുടെ ഗുരുകൃപാ കടാക്ഷം കൊണ്ടുമൊക്കെ വന്നു ചേർന്നതാണ്. ഇപ്പം കൂടുതലായിട്ടും സമൂഹത്തിൽ കണ്ടിരിക്കുന്ന രോഗങ്ങൾ എന്ന് പറയുന്നത് ക്യാൻസർ അല്ലെങ്കിൽ സ്ട്രോക്ക് പോലത്തുള്ള രോഗങ്ങളാണ്. ക്യാൻസർ നമ്മുടെ അടുത്ത് ചികിത്സയില്ല. ക്യാൻസർ ഞാൻ 2-3 പേരെ ചികിത്സിച്ചു. അവരൊന്നും പറയുന്ന പഥ്യം കാക്കത്തില്ല. നമ്മൾ ക്യാൻസറിന് ഞാൻ ഒരു 3-4 പേരെ ചികിത്സിച്ചു. അപ്പോൾ അവരൊക്കെ നമ്മൾ കൊടുക്കുന്ന പഥ്യം ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട് അത് നമുക്ക് പരാജയത്തിലാണ് വന്നത്. അതുകൊണ്ട് ആ ഭാഗം നമ്മളങ്ങനെ. പക്ഷെ അത് പറയും പോലെ ആ പഥ്യം നോക്കിയാൽ നമുക്കത് മാറും. പക്ഷേ അത് നമുക്ക് ആരും കേൾക്കത്തില്ല. മനുഷ്യരൊരു കുറച്ച് കാലം പഥ്യം എടുത്താലേ അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഈ ശരീരത്തിൻ്റെ ഘടനയ്ക്ക് ക്ഷതമുണ്ടായി അവിടെ പഴുത്ത് ഇതായി വരുമ്പോൾ നമുക്കതിനെ മാറ്റണമെങ്കിൽ വേണം. നമ്മൾ മരുന്നല്ലല്ലോ കൊടുക്കുന്നത്, വേറെ തലങ്ങളാണല്ലോ. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ ഒരു മനോഭാവം നമ്മുടെ സമൂഹത്തിൽ ആ രീതിയിലേക്ക് കയറി വരാൻ ഒരാളും തയ്യാറായില്ല. 4 പേരെ നമ്മൾ ചികിത്സിച്ചു. 4 നമുക്ക് പറഞ്ഞതുപോലെ അവർ കേട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് പരാജയത്തിൽ വരുന്നത്. അതുകൊണ്ട് ആ ചികിത്സ നമ്മൾ പൂർണ്ണമായും ഉപേക്ഷിച്ചു. സ്ട്രോക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്ക് വന്നുവിടാന്നില്ല. നമ്മുടെ അനുഷ്ഠാനം നമുക്ക് പൂർണ്ണമായ ഒരു തലത്തിലേക്ക് മാറുമ്പോൾ അവരൊക്കെ പറഞ്ഞാൽ മാറുമായിരുന്നു. ഏതാ വിമലാനന്ദ യോഗി ഏതെങ്കിലും ഒരു രോഗമുള്ള ഒരാൾ എന്നാൽ അദ്ദേഹം പറയും, എന്തോ നിനക്ക് രോഗം, അതെനിക്ക് ഷുഗറാ. നിനക്ക് ഷുഗർ അല്ലയോ? നിൻ്റെ ജീവിതം ഇച്ചിരി പ്രാരാബ്ധത്തിലാണ്. എന്നാൽ നാളെ തൊട്ട് നിനക്ക് ഷുഗർ ഇല്ലെന്ന് പറയും. പിന്നെ ഷുഗർ ഉണ്ടാകത്തില്ല. ആ തലത്തിലെത്തിയവരവർ ത്രികാലജ്ഞാനികളായിരുന്നു. അതുകൊണ്ട് അവർക്ക് ആ തലം പറ്റും. നമ്മളവിടം വരെ എത്തിയില്ല. നമ്മൾ കുറച്ചും കൂടെ ചവിട്ടാനുണ്ട്. നമ്മൾ പടികളിങ്ങനെ കയറി വരുന്നതേ പൂർണ്ണതയിലേക്ക് നമുക്ക് ഇങ്ങനെ ഈ പ്രാരബ്ധത്തിലൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ സ്വസ്ഥമായി നമുക്കൊന്ന് ക്രമത്തിലിരുന്നാലേ ആ ഒരു തലത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും. ഇപ്പം നമ്മളെന്ന് പറയുമ്പം ചുറ്റിനും നമ്മൾ ആളാണ്. അവർക്കെല്ലാവർക്കും ഇങ്ങനെ ചികിത്സയും കാര്യങ്ങളുമായി നിൽക്കുമ്പോൾ വേറെ ഒരാൾ നമുക്ക് വന്ന് അതിൻ്റേതായ തലങ്ങളിൽ ചേർന്നതുമില്ല. അപ്പോൾ അതുകൊണ്ട് പ്രാരബ്ധങ്ങൾ കൂടുതൽ നിൽക്കുന്നതുകൊണ്ട് എല്ലാ ചുമതലയും നമ്മളിൽ തന്നെ നിക്ഷിപ്തമാണ്. ആശ്രമത്തിൻ്റെ ആയാലും ദൈനംദിന ജീവിതത്തിൻ്റെ ആയാലും ഇവിടെ നമ്മളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്ന എല്ലാ ക്രമങ്ങളും നമ്മളിൽ തന്നെ നിൽക്കും. ഒരാൾ വന്ന് ചേർന്നായിരുന്നെങ്കിൽ അതെല്ലാം ഒരുപാട് മാറ്റം വന്നേനെ. നമുക്കങ്ങനെ ആ ഒരു തലത്തിലേക്ക് കയറി പോകാനുള്ളൊരു ചുറ്റുപാട് ഇതുവരെയും ഭഗവാൻ ഒരുക്കി തന്നില്ല. അതാണ്
നമ്മുടെ ആ സമയമായില്ല. സമയമായാലേ നമുക്ക് ആ നിലയിലേക്ക് എത്താൻ കഴിയും. എല്ലാം പൂർണ്ണതയിലേക്ക് എത്തിയിട്ടേ പോകും. അതിനുള്ള സാഹചര്യം ഭഗവാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അങ്ങയുടെ ഗുരുവും ഇതേ രീതിയിലുള്ള ചികിത്സാ രീതികൾ തന്നെയായിരുന്നു? അല്ല 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 അവർക്ക് മറ്റേ അദ്ദേഹത്തിന് നമ്മുടെ വിമലാനന്ദ യോഗത്തിലൂടെകൾ ഏത് രോഗമുള്ളവരായി ചെന്നാലും അദ്ദേഹം പറഞ്ഞാൽ അതൊക്കെ മാറുമായിരുന്നു. നമ്മുടെ ഗുരുനാഥൻ ആ ഒരു സ്റ്റേയിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ചികിത്സാ സമ്പ്രദായത്തിലേക്കോ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അത്യാവശ്യം ആരെങ്കിലും ഇതുപോലെ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കാര്യം അങ്ങനെ വരാറില്ല, ആ രീതി വരാറില്ലായിരുന്നു. അഥവാ ആരെങ്കിലും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ അതുപോലെ മാറുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ അടുക്ക് അത്രയും മറ്റേ സ്വാമിജിയുടെ അടുക്ക് ഇഷ്ടംപോലെ ജനങ്ങൾ വരുമായിരുന്നു. ഇദ്ദേഹത്തിനെ പലരും ഇങ്ങനെ ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മൾ മുറ്റത്തുള്ള ആളാകുമ്പോൾ അതിന് മുല്ലപ്പൂവും പണ്ടുള്ളവർ പറയുന്നുണ്ട്, മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാൻ സൗകര്യപ്പാൻ. സ്വാമിജിയുടെ ആ സാന്നിധ്യത്തിൽ അദ്ദേഹം മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല. അല്ല, മറ്റേത് ഞാൻ പറഞ്ഞത് സ്വാമിയുടെ കൂടെ നിന്നുകൊണ്ടൊരു ഇതുണ്ടായിരുന്നു. വിമലാനന്ദജിയുടെ കൂടെ നിന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ സമാധിയോടുകൂടി സമൂഹം പിന്നെ ആ തലത്തിൽ കാണാതെ ഈ പറഞ്ഞ മുറ്റത്തെ മുല്ലയ്ക്കും മണമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ മുറ്റത്ത് തന്നെ, എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഇത് ആശ്രമമാണെങ്കിൽ 4-5 വീടിനപ്പുറം അദ്ദേഹത്തിൻ്റെ വീട്. അതുകൊണ്ട് അതിനെ ആൾക്കാർ ആ ഒരു തലത്തിലേക്ക് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യകൾ അദ്ദേഹവും യോഗയും മെഡിറ്റേഷനും നല്ല ക്രമവും നല്ല ഒരു തലത്തിലെത്തിയ ആളുമാണ്. പക്ഷേ അത് സമൂഹത്തിൽ ആ തലത്തിലേക്ക് അദ്ദേഹത്തിന് അതുകൊണ്ട് ഉൾക്കൊള്ളിച്ച് കൊടുക്കാനുള്ള ഒരു തലം അദ്ദേഹം ശ്രമിച്ചില്ല. അദ്ദേഹം കുറേ കൂടെ ഒഴിഞ്ഞ് ജീവിതചര്യകളിൽ അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം 99 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പോൾ അത്രയും നല്ലൊരു തലത്തിൽ ആ കായിക ശേഷിയും ആ യോഗയും എല്ലാം അദ്ദേഹത്തിന് നല്ല ചര്യകളായിരുന്നു. അതെല്ലാം ഉണ്ടായിരുന്നെങ്കിലും സമൂഹം അങ്ങനെ ആ തലത്തിലേക്ക് അദ്ദേഹത്തെ വിലയിരുത്തില്ല. നമ്മളവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടി, എനിക്ക് 18 വയസ്സുള്ളപ്പം വന്നുകൂടി അദ്ദേഹത്തിൻ്റെ സമാധി 5-6 വർഷത്തിന് മുമ്പായിരുന്നു. അപ്പോൾ അത്രയും 39 കൊല്ലം എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ആ ദിനചര്യയിലൂടെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വിശകലനം ചെയ്യാനും പഠിക്കുവാനും ആ തലത്തിലൂടെ അദ്ദേഹത്തിൻ്റെതായ ഒരു തലങ്ങളിലൂടെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ ചികിത്സാ സമ്പ്രദായമൊന്നും അദ്ദേഹത്തിന് ഇല്ലായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇതൊക്കെ മറ്റേ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനുമൊക്കെ ചികിത്സാ സമ്പ്രദായം ഉണ്ടായിരുന്നു. അതാ വിമലാനന്ദ യോഗിയുടെ ഗുരുനാഥൻ കടപ്പ സച്ചിദാനന്ദ സ്വാമിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ ബോംബെ നിത്യാനന്ദ യോഗിയും എല്ലാം ചികിത്സാ സമ്പ്രദായം എന്ന് പറയുന്നത് ഇതുപോലെ പറഞ്ഞാൽ മാറുമായിരുന്നു. അവരെല്ലാം ആ തലത്തിൽ എത്തിയവരാണ്. അപ്പോൾ അങ്ങനെ എത്തി നിൽക്കുന്ന ആ ഒരു സ്റ്റേജിൽ നമുക്കും വന്നു ചേരാനുള്ളൊരു ഭാഗ്യം ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ടായാലും നമ്മുടെ ജീവിതചര്യകൾ കൊണ്ടായാലും നിരന്തരം നമ്മുടെ അനുഷ്ഠാന മാർഗങ്ങളിലൂടായാലും ഇങ്ങനെ നമുക്ക് ഈ പരമ്പരയെ വന്നു ചേരുവാനും ഇങ്ങനെ ഈ രീതിയിലേക്ക് ഇത് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഒരുക്കി കിട്ടിയതിൽ 100% നമ്മൾ സന്തോഷിക്കുകയാണ്. കാരണം ഇങ്ങനൊരു തലത്തിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റില്ല. നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് നമ്മുടേതായ, ഞാൻ പറഞ്ഞല്ലോ, ചെറുനാളത്തുള്ള ജീവിതചര്യകൾ വളരെ ദുഃഖത്തിലായിരുന്നു. അതിൽ നിന്നൊക്കെ നമുക്ക് മോചനം നേടാൻ ഭഗവത് കൃപ കൊണ്ടും ഗുരുകടാക്ഷം കൊണ്ടും നമുക്കിപ്പോൾ എല്ലാ മേഖലകളിലൂടെയും കടന്നു പോകാനുള്ളൊരു വഴി ജഗദീശൻ ഒരുക്കിയിട്ട്
സ്വാമിജി, അങ്ങിപ്പം അങ്ങയുടെ ചികിത്സാ സമ്പ്രദായം, ആ വൈദ്യ പാരമ്പര്യത്തെ പറ്റി പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങയുടെ ആ ഉപാസനാ മാർഗത്തെ പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട്. അതായത് അങ്ങയുടെ ഗുരുപാരമ്പര്യം, അതിനെക്കുറിച്ച് ഗുരുപരമ്പരയെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കൊള്ളായിരുന്നു. ബോംബെ നിത്യാനന്ദ സ്വാമിയാണ് നമ്മുടെ ഗുരുപരമ്പരയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ബോംബെ നിത്യാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ് കടപ്പ സച്ചിദാനന്ദ യോഗീശ്വര പരമഹംസ സ്വാമി. അദ്ദേഹം ബാംഗ്ലൂരാണ്, മറ്റേത് ബോംബെയിലാണ്, അദ്ദേഹം ബാംഗ്ലൂരാണ്. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് വിമലാനന്ദ യുഗത്തിലൂടെ ഈ ആശ്രമം സ്ഥാപിച്ച സ്വാമി. അദ്ദേഹം ഇവിടുന്ന് ആ ഗുരുവിനെ അന്വേഷിച്ച് പോയത് തന്നെ ഒരു വലിയ ചരിത്രമാണ്, അത് പറയണം. അദ്ദേഹം ഇവിടെ ആയിരുന്നു താമസിച്ചത്. വിമലാനന്ദ യുഗത്തിലൂടെ ആദ്യത്തെ ആശ്രമം ഇതാണ്. അദ്ദേഹം ഇവിടെ വന്ന ആശ്രമം സ്ഥാപിച്ച് ഇവിടെ താമസിച്ച് തുടങ്ങിയതാണ്. അപ്പോൾ അന്ന് അദ്ദേഹം ഇവിടുന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യ പരമ്പരയോടെല്ലാം പറഞ്ഞ്, ഞാനിങ്ങനെ എൻ്റെ ഗുരുനാഥനെ കാണാൻ പോവുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും വരാൻ താല്പര്യമുള്ളവരെല്ലാം വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ 8 പേര് തയ്യാറായി. അങ്ങനെ 8 1 9 പേരാണ് ഇവിടുന്ന് സ്വാമിജിയുടെ കൂടെ പോയത്. അങ്ങനെ വഴിവണ്ടിയെ സഞ്ചരിച്ച് അന്നത്തെ കാലഘട്ടത്തിൽ ഈ വണ്ടികളൊന്നും ഇല്ലല്ലോ. അപ്പം നടന്നും ഒരുപാട് അലഞ്ഞു കഷ്ടപ്പെട്ടൊക്കെ ഈ പറഞ്ഞ കടപ്പായിലെത്തിയത്. അവിടെ എത്തിയപ്പോഴത്തേക്ക് കൂടെ പോയവരെല്ലാം വളരെയേറെ കുഴഞ്ഞു. അവർക്കൊന്നും നടക്കാനും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ അലഞ്ഞ് എത്തിച്ചേരാനും ഒക്കാത്ത ഒരവസ്ഥ വന്നാൽ അവരെല്ലാം തിരിച്ചുപോയി. സ്വാമിജി മാത്രം പോരുന്നില്ല. സ്വാമിജി അവിടെ കടപ്പായിൽ ഒരു ക്ഷേത്രത്തിൽ കയറി അവിടെ ഇരുന്ന് അനുഷ്ഠാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി വന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ കയറി ചോദ്യം ചെയ്തു. സ്വാമിജിക്ക് അന്ന് ഇംഗ്ലീഷും മലയാളവും നല്ലതുപോലെ അറിയാം. സ്വാമി അധ്യാപകനായിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിൽ സംസാരിച്ചു. അദ്ദേഹവും ഇംഗ്ലീഷ് പോലീസിനോട് സംസാരിച്ചപ്പം അദ്ദേഹം ഇങ്ങനെ ഗുരുവിനെ അന്വേഷിച്ച് വന്നതാണെന്ന്, ഇന്ന ഗുരുവാണെന്ന് അതെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ എസ് ഐ അദ്ദേഹത്തിന് ഒരു വണ്ടി വിളിച്ച് കണക്ട് ചെയ്ത് ആ വണ്ടിയുടെ ഞാൻ പറഞ്ഞു വണ്ടിക്കൂലി കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞു സ്വാമിജി പറഞ്ഞു. അപ്പോൾ ആ വണ്ടിക്കൂലി അദ്ദേഹം കൊടുത്ത് പറഞ്ഞു വിട്ടു. അപ്പോൾ സ്വാമിജി കുറച്ച് പൈസയോടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു, എല്ലാം തിരിച്ചു കൊടുക്കാം, കുറച്ച് പൈസ കൊടുക്കുക. അങ്ങനെ കുറച്ച് പൈസയോടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചാണ് ആശ്രമത്തിലല്ല, ഈ സ്വാമിജി ഒരിടത്ത് പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുക. അവിടേക്ക് പോയി. അവിടെ ചെന്ന് ഈ സ്വാമിയെ കണ്ട് അദ്ദേഹത്തിന് അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യപരമ്പരകളെല്ലാം ഒപ്പത്തിലുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഈ പ്രഭാഷണ സ്ഥലത്ത്. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ കയറി, ഇദ്ദേഹം ഒരു വേഷത്തിലാണല്ലോ ചെല്ലുന്നത്. സ്വാമിയുടെ ഒരു കാവ്യൊക്കെ കൊടുത്തുകൊണ്ട് ചെന്നത് കൊണ്ട് അദ്ദേഹത്തിന് അവരങ്ങോട്ട് അടുത്ത് വിളിച്ച്, അപ്പോൾ ഇവിടുന്ന് വരുന്ന കേരളത്തിൽ നിന്നാണ് ചെല്ലുന്നതെന്ന് പറഞ്ഞപ്പോൾ അതിനൊരു പ്രാധാന്യം ഉണ്ടായി. അങ്ങനെ അദ്ദേഹത്തിനെ അവർ കൂട്ടി ആശ്രമത്തിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ അറിയാമെന്ന് വെച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, ഇങ്ങനെ ഈ പുസ്തകത്തിൽ കണ്ട പ്രാണായാമമാണ് ഞാൻ ചെയ്യുന്നത്, അതെനിക്ക് പൂർണ്ണമായും സാഹിത്യമാകാൻ വേണ്ടിയാണ് അങ്ങനെ അന്വേഷിച്ചെത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടുന്ന് അദ്ദേഹം പ്രാണായാമക്രമങ്ങളും കാര്യങ്ങളും എല്ലാം ശിഷ്യരോട് പറയും കൊണ്ടുപോയിരുന്നു നോക്കാൻ, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാണായാമം എങ്ങനെയുണ്ടോ. അങ്ങനെ ശിഷ്യർ പോയി നോക്കിയപ്പം എല്ലാം തെറ്റാണ്, സ്വാമി ചെയ്യുന്ന എല്ലാം തെറ്റാണ്. അപ്പോൾ അങ്ങനെ വീണ്ടും സ്വാമിജിയോട് പറഞ്ഞ് അവിടെ 3 മാസം അവിടെ താമസിച്ചാലേ എല്ലാം പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ സ്വാമിജി ഇവിടെ നിന്ന് പോയത് കൂട്ടിക്കെട്ടിയിട്ട് ഇവിടെ അന്ന് ഈ കെട്ടിടമൊന്നുമില്ല, ആ നിൽക്കുന്നിടത്ത് ഒരു ഓല ഷെഡാണ് നമ്മുടെ ഫ്രണ്ടിൽ, ആ ഓല ഷെഡില്ല. അപ്പോൾ സ്വാമിജി പറഞ്ഞ് ആ ഓല ഷെഡാണ് അവിടെ നിൽക്കുന്നത്, 3 മാസം തൂക്കാതെയും വരാതെ ഇരുന്ന എല്ലാം ചെതൽ തിന്നുമെന്ന് പറഞ്ഞു. അപ്പോൾ കടപ്പ സ്വാമി പറഞ്ഞു ചെതൽ കടിക്കക്കൂടാതെ, അവിടെ ചെതൽ കടിക്കത്തില്ല. ഈ 3 മാസം നീ ഇവിടെ നിന്ന് വിചാരിച്ച ആശ്രമത്തിൽ ഒരു ചെതലും കടിക്കത്തില്ല. അങ്ങനെ കടിക്കത്തില്ലെന്ന് പറഞ്ഞത്. അങ്ങനെ 3 മാസം സ്വാമിജി അവിടെ നിന്ന് ആവിധ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളെല്ലാം പഠിച്ച് നല്ല ക്രമത്തിലെത്തിയതിന് ശേഷമാണ് സ്വാമി വീണ്ടും തിരിച്ച് ഇവിടെ എത്തി അദ്ദേഹത്തിൻ്റെ അനുഷ്ഠാന ക്രമങ്ങളും കാര്യങ്ങളും. അവിടെ ഗുഹയുണ്ട്, ഈ നമ്മൾ ചെന്ന ആശ്രമത്തിൽ കടപ്പായി ഗുഹയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒന്നും ഗുഹയൊന്നുമില്ല, സ്വാമി അല്ലാതിരുന്നാക്കിയില്ലായിരുന്നു. അതുകൊണ്ട് ഇവിടെ വന്ന് അദ്ദേഹം ഒരു ഗുഹയൊക്കെ സ്ഥാപിച്ച് നല്ലൊരു തലത്തിലേക്ക് അനുഷ്ഠാന ക്രമങ്ങളെല്ലാം മാറ്റി സമൂഹത്തിലുള്ള ജനങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ ക്രമത്തിലേക്ക്, ആ യോഗമാർഗത്തിലേക്കും നാമജപത്തിൻ്റെ ക്രമത്തിലേക്കൊക്കെ ഇവിടെ ഉള്ളവരെല്ലാം വന്നുകൂടുകയും അങ്ങനെ നിരന്തരം പ്രാർത്ഥനയും ക്രമങ്ങളും കാര്യങ്ങളും അനുഷ്ഠാന മാർഗങ്ങളും ഒക്കെ നടക്കുകയും സ്വാമി മൗനം ഇരിക്കുകയും ചെയ്യും ഗുഹയിൽ. അങ്ങനെ നിരന്തരമായി അദ്ദേഹം മൗനം ഇരിക്കുമ്പം
ഒരു ദിവസം, ചിലപ്പം 2 ദിവസം, ചിലപ്പം 3 ദിവസം അങ്ങനെ ആഹാരം കഴിക്കാതെ അന്ന് അദ്ദേഹം കഴിക്കുന്നത് ഈ മുന്തിരിങ്ങയും പിന്നെ ഈ വലിയ സ്വാമി നിർബന്ധിച്ച് പാലും കഴിപ്പിക്കുമായിരുന്നു. മറ്റേ സ്വാമി ഏതാ നമ്മുടെ നിർമ്മലാനന്ദ സ്വാമി ശിഷ്യൻ നിർബന്ധിച്ച് 14-ാമത്തെ വയസ്സിൽ വന്ന് കൂടിയതാണ് ഈ സ്വാമിയുടെ കൂടെ. അത് ഭയങ്കര വാത്സല്യമാണ് സ്വാമിയോട്. കാണാനും ഒക്കെ നല്ല വെളുത്ത് തുടുത്തിരിക്കുന്ന സ്വാമി ആയതുകൊണ്ട് ഈ സ്വാമിക്ക് ഭയങ്കര കാര്യമായിരുന്നു. 14-ാമത്തെ വയസ്സിലായി നമ്മുടെ നിർമ്മലാനന്ദ സ്വാമി അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്നിടത്ത് ചെന്നപ്പോൾ അങ്ങനെ കണ്ട് അദ്ദേഹം വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ നിന്ന് ശബരിമലപ്പാനായിട്ട് അന്ന് ഈ ശബരിമല പോകുമ്പോൾ വീട്ടിൽ നിന്നുകൂടാ, എവിടെയെങ്കിലും മാറി നിൽക്കണം. പെണ്ണുങ്ങളൊക്കെ ഉണ്ടായ അന്ന് വളരെ ഭക്തിയില്ലേ. അപ്പോൾ അന്നേരം ഈ പെണ്ണുങ്ങളൊക്കെ ഉള്ള വീടുകളിൽ നിൽക്കാറിനൊക്കാത്തത് കൊണ്ട് അവരെ വീട്ടിൽ നിന്ന് ഇവരോട് പറയാതെ, ആരോടാ വീട്ടുകാരോട് പറയാതെ കശി നേരെ ചുനക്കര ആശ്രമത്തിലേക്ക്. അന്ന് ചുനക്കര ആശ്രമമുണ്ട്, ഇവിടെ ഈ ആശ്രമമുണ്ട്, ചുനക്കര ഒരു ആശ്രമമുണ്ട്. അന്ന് ഈ ആശ്രമം നോക്കുന്നത് രാമദേവൻ സ്വാമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് രാമദേവൻ സ്വാമി. അദ്ദേഹത്തിന് ഇത് എഴുതി കൊടുത്താൽ എന്നിട്ട് ചുനക്കര ആ സ്വാമി ആശ്രമത്തിൽ അനുഷ്ഠാനങ്ങളും മാർഗങ്ങളും അവിടെ വലിയ ഗുഹയും ക്രമങ്ങളും ഒക്കെ ഉണ്ടാക്കി നല്ല തരത്തിലുള്ള അനുഷ്ഠാനവും കാര്യങ്ങളും ഒക്കെ ആയി. അങ്ങനെ അവിടെ അദ്ദേഹം അതുകൊണ്ട് ഇദ്ദേഹത്തിന് ചുനക്കര സ്വാമികൾ എന്നറിയപ്പെടാൻ കാരണം 3 വർഷം കഠിന തപസ്സിരുന്നു ആ ഗുഹയ്ക്കകത്ത്. അപ്പോൾ അങ്ങനെ ആ 3 വർഷം അങ്ങനെ നികാരാദികളൊന്നും ഇല്ലാതെ അങ്ങനെ ഇരുന്ന് ആ അനുഷ്ഠാന മാർഗങ്ങളിലൂടെ കയറി വന്നതുകൊണ്ടാണ് ചുനക്കര സ്വാമികളെന്ന് അദ്ദേഹത്തിന് പേരുണ്ട്. അവിടെ ഇരിക്കുന്ന പടത്തിൽ ചുനക്കര സ്വാമികളെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചുനക്കര സ്വാമികളെന്ന് അറിയപ്പെടുകയും അങ്ങനെ നല്ലൊരു തലത്തിൽ അവിടെ നമുക്ക് വളരെയേറെ നല്ലൊരു തലത്തിലായിരുന്നു ആ ആശ്രമം പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് അവിടുത്തെ ജനങ്ങൾക്ക് എതിരുണ്ടായിരുന്നു. ആ ആൾക്കാർ അവരുമായിട്ട് ആശ്രമമായിട്ട് ചേർന്ന് പോകാതിരുന്നപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഇങ്ങനെ ഭരണിക്കാവിലുള്ള കുറേ ആൾക്കാരിങ്ങനെ സ്വാമിയെ ഭരണിക്കാവിലോട്ട് വിളിച്ചുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ വന്ന ആശ്രമം. അപ്പോൾ അവിടെ ഒരാൾ അവിടെ ആ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന ഒരു തിരുമേനി ആ സ്ഥലം സ്വാമിക്ക് ദാനം കൊടുത്തു. അങ്ങനെ ആ ആശ്രമം ബാക്കി നാട്ടുകാരുടെയും അവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും കൂടെ പ്രയത്നം കൊണ്ട് അങ്ങനെ അവിടെ ആശ്രമം സ്ഥാപിച്ചു. അങ്ങനെ ആ ചുനക്കര ആ 3 വർഷം അവിടെ ഇരുന്നതിന് ശേഷം അദ്ദേഹം ഇറങ്ങിയപ്പം ആ ആൾക്കാർ അന്ന് ഈ 5-2-ലുള്ള നമ്മുടെ കൊല്ലം 5-2-ലുള്ള അന്ത്യാഭ്യസം നടത്തുന്ന അവരൊക്കെ ഈ സ്വാമിയുടെ ഭക്തരായിരുന്നു. അവരിൽ ഇഷ്ടംപോലെ അരി, അന്ന് അരിക്ക് ഭയങ്കര ക്ഷാമമുള്ള സമയം, അവന് ഇഷ്ടംപോലെ അരി കൊണ്ടുവന്ന് അവർ കൊടുത്തിട്ടും ആ പ്രദേശത്തുള്ളവരത് വെച്ച് കൊടുത്തില്ല. ആ ചോറ് വെച്ച് കൊടുത്തില്ല. സ്വാമി ഇറങ്ങുന്ന ദിവസം വരുന്നവർക്കെല്ലാം ഈ അരി അളന്ന് കൊടുത്തു. അന്ന് അരിക്ക് ക്ഷാമമായതുകൊണ്ട് എത്രയോ ജനങ്ങളാണ് വരുന്നത്. അവരെല്ലാം വിശന്ന് പൊരിഞ്ഞ് നിൽക്കുമ്പോൾ സ്വാമിയെ കാണാൻ വേണ്ടി നിൽക്കുമ്പോൾ സ്വാമി കാണുന്നത് ഇവർ ഈ അരി അളന്ന് കൊടുക്കുന്നത്. അത് സ്വാമിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് സ്വാമിക്ക് അവിടെ ആ ആശ്രമത്തോടൊരു അതൃപ്തി ഉണ്ടായി. കാരണം ആ പ്രദേശത്തോട്, ആ ആശ്രമത്തിനോടല്ല, ആ പ്രദേശത്തുള്ളവരോടൊരു അതൃപ്തി ഉണ്ടായതുകൊണ്ട് അദ്ദേഹം അത് വിട്ടിട്ടിങ്ങ് ഭരണിക്കായി പോയിരുന്നത്. ഭരണിക്കായി വന്ന ഈ ആശ്രമം ഇങ്ങനെ ഈ പറഞ്ഞ കാര്യച്ചാൽ അദ്ദേഹം അതെല്ലാം സ്ഥാപിച്ച് നല്ല നിലയിലാക്കി നല്ലൊരു തലത്തിൽ അനുഷ്ഠാനം അവിടെ ഇവിടെയും ഗുഹയുണ്ട്. അവിടത്തേലും ഇതായിട്ട് 8 അടി സ്ക്വയറാണ് ഇവിടുത്തെ ഗുഹ. ആ 8 അടി സ്ക്വയറിലുള്ള ഗുഹയിൽ ആ സ്വാമി മൗനമിരിക്കുന്നു. അങ്ങനെ മൗനമിരിക്കുകയും നല്ല അനുഷ്ഠാനങ്ങളിലൂടെ മുന്നോട്ട് പോവുകയും അങ്ങനെ ദിനം എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ആദരിക്കത്തക്ക ഒരു തലത്തിലേക്ക് എത്തിച്ചേരുകയും അങ്ങനെ നല്ല ഒരു ക്രമത്തിലേക്ക് കയറി പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സത്സംഗം മുറയ്ക്കും ഇങ്ങനെ സത്സംഗങ്ങൾ നടക്കുകയും അങ്ങനെ സത്സംഗത്തിൽ അവിടുത്തെ ജനങ്ങളെല്ലാം ഒരുപാട് ആൾക്കാരെല്ലാം ഉന്നതന്മാരും ഒരുപാട് ആൾക്കാർ വന്ന് കൂടുകയും അതിനനുസരിച്ച് നല്ല രീതിയിലാകാൻ സത്സംഗം സ്വാമിജിയുടെ ആയതുകൊണ്ട് കുറേയേറെ ആൾക്കാർ വന്ന് കയറി. അപ്പോൾ അങ്ങനെ പലരും വന്ന് കയറി. അങ്ങനെ ഈ ചെന്നിത്തല ഒരു സിദ്ധനുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം വരികയും അദ്ദേഹം സ്വാമിയെ കാണാൻ വരികയും സ്വാമിയെ കാണാൻ വരുമ്പോൾ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം അന്നേരം അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ സിദ്ധിയുണ്ട് ആപ്പിളൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുകയും അപ്പോൾ സ്വാമിജി അതിന് വേണ്ടുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും സന്തോഷപ്രദമായ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് അവരെ സന്തോഷപ്പെടുത്തുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നതായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം പിന്നെ അങ്ങനെ അവിടുത്തെ ആശ്രമമൊക്കെ തീർന്ന് നല്ല രീതിയിൽ ഇങ്ങനെ സത്സംഗമൊക്കെ നടത്തി കാര്യങ്ങളിങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വിമലാനന്ദ യുവതിരൂപികൾ 1967 ഒരു ദിവസം രാത്രി 2 മണിക്ക് ഇങ്ങനെ സത്സംഗം നടന്നുകൊണ്ടിരിക്കുമ്പം പറഞ്ഞ് ഞാൻ കുറച്ച് അതുവരെ അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് എണീറ്റ് പോയി മുറിയിൽ കയറി ഒരു അരമണിക്കൂർ അനുഷ്ഠാനം ചെയ്ത് കാണുമായിരിക്കും. അപ്പോൾ ഒരു ശബ്ദം കേട്ടു.
അപ്പോൾ ഓടിച്ചു വന്നപ്പം ആൾ പോയി. സഹസ്രാരം പറഞ്ഞു ആ തലയോട് പൊട്ടുന്ന ശബ്ദമാണ് നമ്മൾ എന്നുള്ള ശബ്ദം കേട്ടു. അപ്പോൾ അങ്ങനെ സമാധിയായി സഹസ്രാരം പൊട്ടിയാൽ പോയി. അപ്പോൾ നല്ലൊരു തലത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു. അപ്പോൾ അദ്ദേഹത്തിന് 89 വയസ്സായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ശിഷ്യൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ ആൾ പോയി. പിന്നെ എല്ലാവരും കൂടെ കൂടി 3 ദിവസം ആ ബോഡി വെച്ചിരുന്നു. അപ്പം 1/3 ചുരുങ്ങി. സാധാരണ ഒരു ബോഡി വെച്ചിരുന്നാൽ 3 ദിവസം കഴിയുമ്പോൾ വീർക്കുക. ഇത് 1/3 ചുരുങ്ങി. അത്രയ്ക്കും പ്രാണായാമത്തിൻ്റെ ക്രമമൊക്കെ ചെയ്ത് നല്ലൊരു നിലയിൽ പോയ ആളായതുകൊണ്ടാണ് അത് 1/3 ചുരുങ്ങി. പിന്നെ നമ്മളവിടെ കാണുന്ന ക്ഷേത്രം, നമ്മളിങ്ങോട്ട് വരുമ്പോൾ അവിടെ കണ്ട ക്ഷേത്രം ദൈവത്തെ സമാധി ഇരുത്തിയിരിക്കുന്നത്. അവിടെ നമ്മുടെ പൂജയും വിളക്കും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്തിപ്പം അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ നിർമ്മലാനന്ദ സ്വാമി 19 അദ്ദേഹം സമാധി 2019. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും അവിടെ സമാധി ഇരുത്തിയിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ക്രമത്തിനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് എന്നുള്ളത് പറഞ്ഞാൽ ഈ പരമ്പരയുടെ ക്രമത്തിൽ ഇവർ രണ്ടുപേരുമാണ് ഈ ആശ്രമത്തിൽ താമസിച്ചിട്ടുള്ളത്. അല്ലാതെ ഈ സ്വാമിയുടെ നമ്മുടെ കടപ്പ സ്വാമിയുടെ പരമ്പര ഇങ്ങോട്ട് വന്നതിന് ശേഷം പിന്നെ ഈ രാമദേവ സ്വാമിയുടെ പേര് ഞാൻ പറഞ്ഞല്ലോ, അത് ഇദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. സ്വപ്രകാശാനന്ദ സ്വാമി, രാമദേവൻ സ്വാമി, ശങ്കരാനന്ദ ഭാരതി, പിന്നെ അങ്ങനെ കുറച്ച് ആൾക്കാർ ഈ സ്വാമിയുടെ കുറേ ശിഷ്യരുണ്ടായിരുന്നു. അവരെല്ലാവരുടെയും അനുഷ്ഠാന മാർഗ്ഗങ്ങളും ക്രമങ്ങളും എല്ലാം സ്വാമി പറഞ്ഞു കൊടുത്ത് അവരും ഈ തലത്തിലേക്ക് എത്തി. ഒരു തലത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തരും ഓരോ ആശ്രമങ്ങളിലേക്ക് മാറി. അങ്ങനെ സ്വപ്രകാശാനന്ദ സ്വാമികൾ നല്ല അനുഷ്ഠാനമൊക്കെ ഉള്ള ആളുകളായിരുന്നു. അവരെല്ലാം അവരുടേതായ തലങ്ങളിലേക്ക് മാറി. പിന്നെ നിർമ്മലാനന്ദ സ്വാമി മാത്രം ഇവിടെ രാമദേവ സ്വാമി, അവിടെ നിർമ്മലാനന്ദ സ്വാമിയായി. മറ്റേ ആശ്രമം കേസിലുമായി. ഏതാ? ചുനക്കര ആശ്രമം. പിന്നെ കേസും കാര്യങ്ങളും ഒക്കെ ആയി. പിന്നെ സ്വാമിക്ക് അനുകൂലമായിട്ട് വിധിയൊക്കെ വന്നു. അതൊക്കെ വാങ്ങിയെങ്കിലും സ്വാമിയുടെ കയ്യിൽ നിന്നും അത് നഷ്ടപ്പെട്ടു. സ്വാമി അത് അങ്ങ് കൊടുത്തേത് ആ പ്രദേശത്തുള്ളവർക്കൊന്നും കൊടുത്തിട്ട് പോരുന്നത്. അങ്ങനെ ആ ആശ്രമം ഇപ്പോൾ ഇല്ല നമുക്ക്. ഈ ചുനക്കര ആശ്രമം സ്വാമി വേണ്ടാന്ന് വെച്ചത് കൊണ്ടായിരിക്കാം. അന്നത്തെ ആ സമൂഹത്തിലുള്ള ആൾക്കാരുടെ ഇടപെടൽ കൊണ്ട് സ്വാമി അത് വേണ്ടാന്ന് വെച്ചത് കൊണ്ടായിരിക്കും നഷ്ടപ്പെട്ടതെന്ന് ഇപ്പം നമ്മുടെ മനസ്സിലുള്ള ധാരണ. അല്ല ഈ സ്വാമി വിറ്റെന്നും പറഞ്ഞാണ് മറ്റുള്ള സമൂഹത്തിലുള്ളവരെല്ലാം സ്വാമിയോട് വിദ്വേഷം കാണിക്കുകയും സ്വാമിയെ മാറ്റി നിർത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ സ്വാമി യഥാർത്ഥത്തിൽ നിരപരാധിയാണ്. കേസ് പറഞ്ഞതെല്ലാം വീണ്ടെടുത്ത് ഇത് വീണ്ടും ഏകോപിപ്പിച്ച് കൊണ്ടുപോകാൻ നോക്കുമ്പോൾ അവിടെ അത് നടക്കാനൊക്കാത്തൊരു സാഹചര്യം. അവിടെ സ്വാമി ചീനിക്കമ്പ് വെച്ചിട്ട് ഇങ്ങ് പോരുമ്പോൾ ഇവിടെ വന്നിട്ട് പിറ്റേന്ന് രാവിലെ ചെല്ലുമ്പോൾ ചീനിക്കമ്പൊന്നും കാണത്തില്ല. അല്ലെ ചേനയും ചീനിയൊക്കെ എന്ത് നട്ടാലും അവിടെ അതൊന്നും ഉണ്ടാകില്ല. അങ്ങനെ പല പ്രാവശ്യം ആയപ്പോഴാണ് സ്വാമി പറഞ്ഞ് കയറി അവിടെ കയ്യാലയിൽ നിന്നുകൊണ്ട് പറഞ്ഞു, എന്നാൽ വേണമെങ്കിൽ ഇതങ്ങ് തന്നേക്കാം, ആവശ്യമുള്ളവരങ്ങോട്ട് വന്നാൽ മതി, നമുക്കതിനൊരു എഗ്രിമെൻ്റ് ഉണ്ടാക്കാം. അങ്ങനെ പറഞ്ഞ് അതങ്ങനെ അങ്ങ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ അതങ്ങ് പോയി. പിന്നെ സന്തോഷമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്കുള്ള ഇവിടെ നമുക്ക് തൃശ്ശൂർ ഒരാശ്രമമുണ്ട്, അമ്പല്ലൂർ, കോളേജിൻ്റെ ഫ്രണ്ടിലാണ്. അതും ഇതുപോലെ നടന്നു പോകുന്നുണ്ട്. വലിയ സ്വാമിയുടെ ക്രമത്തിന് ഇങ്ങനെല്ലാം നല്ല രീതിയിൽ ഒരു മേനോനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നല്ല രീതിയിൽ നടന്നു പോവുക. ഈ ചികിത്സാ സമ്പ്രദായം ഇപ്പം നമ്മുടെ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ മാത്രമേ നമ്മുടെ ഈ ഒരു സാഹചര്യം ഇവിടെ മാത്രമേ മറ്റേടത്തൊന്നും ചികിത്സാ സമ്പ്രദായം ഇവിടെ മാത്രമേ ഉള്ളൂ. അത് ഇവിടെയും അപ്പുറത്ത് നമ്മുടെ ആശ്രമം. അതിനാണ് ഞാൻ മാത്രമേ നമ്മൾ മാത്രമേ ഇതുവരെ ഇപ്പോൾ ഉള്ളൂ. ആരെങ്കിലും പരമ്പരയിലെത്തിയാലേ അവർക്കിത് തലത്തിലേക്ക് എത്തിക്കൊടുക്കാനും എത്തിച്ചു കൊടുക്കാനും പറ്റും. അടുത്തൊരു തലമുറ അല്ല, പരമ്പരയെ മൊത്തം പറഞ്ഞില്ല. അപ്പം ഇങ്ങനെ വന്ന് നിർമ്മലാനന്ദ സ്വാമി അത് വിറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ആ സമൂഹത്തോട് ഭയങ്കര എതിർപ്പായി. അപ്പോൾ സമൂഹത്തിലുള്ളവരെല്ലാം എതിർത്തിട്ടും അദ്ദേഹം അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ജീവിതചര്യകൾ ഉള്ള അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ധനം കൊണ്ട് അദ്ദേഹം ഇതൊക്കെ പിടിച്ചിങ്ങനെ എന്ന് പോകുമ്പോഴാണ് ഞാൻ വന്നുകൂടും. അങ്ങനെ വന്നുകൂടുമ്പോൾ എന്നോട് ഇവിടുത്തെ സമൂഹത്തിലുള്ളവർ അവിടെ സമൂഹത്തിലുള്ളവരെല്ലാം എതിരായിരുന്നു. കാരണം ഈ അമ്പലത്തിന് കിട്ടാൻ വേണ്ടി അവരെല്ലാം ആഗ്രഹിച്ചിരുന്നതാണ്. ഈ ആശ്രമം അമ്പലത്തിന് വേണ്ടി ചെല്ലണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നതാണ് സമൂഹത്തിലുള്ളവരെല്ലാം. അപ്പോൾ അങ്ങനെ ഈ സ്വാമിക്കും അങ്ങനൊരു ചായവുണ്ടായിരുന്നു. നമ്മുടെ നിർമ്മലാനന്ദ സ്വാമിക്ക് അങ്ങനൊരു ചായവൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഈ ഞാനവിടെ നിന്ന് ഇത്രയും 10-25-30 വർഷമായണക്ക് സ്വാമിക്ക് ഇത് കൊടുക്കണമെന്നൊരു താല്പര്യം, അമ്പലത്തിന് കൊടുക്കണമെന്നൊരു താല്പര്യം മുന്നിട്ട് നിന്ന് സ്വാമി ഇതങ്ങ് അമ്പലത്തിന് എഴുതി കൊടുത്തു. ഈ വസ്തു എഴുതി കൊടുത്തു കഴിഞ്ഞ് എന്നോട് വന്ന് പറഞ്ഞു, ഞാനിത് അമ്പലത്തിന് എഴുതി കൊടുത്തു, അത് നീ നിൻ്റെ വഴി നോക്കിക്കോണം അങ്ങനെയൊക്കെ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പം നമ്മുടെ പ്രവൃത്തിയും അവരുടെ നിന്നുള്ള പ്രവൃത്തിയും
അമ്പലത്തിലുള്ള അവരുടേതായ ഒരു സാഹചര്യമൊക്കെ ഇട്ട് വന്നപ്പോൾ സ്വാമിജിയുടെ 1-2 കാര്യങ്ങൾ ഞാൻ നിർദ്ദേശിച്ച് സ്വാമിജി അതിനനുസരിച്ച് അത് പ്രവർത്തിക്കാൻ പോയപ്പോൾ അത് പാളിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാമിജി തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞ് നീ എല്ലാം ചെയ്യും, നമുക്കത് വേണ്ടുന്ന പോലെ ചെയ്യാമെന്ന് പറഞ്ഞ് പിറ്റേന്ന് രാവിലെ പോയി ഈ എഴുതി കൊടുത്തത് ക്യാൻസൽ ചെയ്തു. എൻ്റെ പേരിൽ എഴുതി തന്നില്ല, എഴുതി കൊടുത്തത് ക്യാൻസൽ ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ സ്വാമിജി അത് പൈസ ഉണ്ടെങ്കിൽ നിൻ്റെ പേരിലോട്ട് നമുക്കിത് എഴുതി വയ്ക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ എഴുതി വയ്ക്കണ്ട, ഇത് പരമ്പരയ്ക്ക് എഴുതി വെച്ചാൽ മതി. അങ്ങനെ ഇത് പരമ്പരയ്ക്ക് എഴുതി വെച്ചു. അങ്ങനെയാണ് ആ സ്ഥാപനം എൻ്റെ കയ്യിൽ വന്നത്. ഇത് വേറൊരു സ്വാമി ഇവിടെ ഉണ്ടായിരുന്നു, ഒരു ജ്ഞാനാനന്ദ യോഗി. അദ്ദേഹം തിരുവനന്തപുരത്തുകാരനായിരുന്നു. അദ്ദേഹത്തിന് എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്, എൻ്റെ കൊച്ചുനാളിലൊക്കെ അറിയാവുന്നതായിരുന്നു. എന്നാലും എൻ്റെ ഇവിടെ വന്നപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സമ്മതിച്ച് ഒരുക്കി കൊടുത്തു. അദ്ദേഹമാണ് ഇത് പുതുക്കി പണിഞ്ഞു കുറേ കാര്യങ്ങൾ. അപ്പുറത്ത് ഇതൊക്കെ നേരത്തെ ഉള്ളതാണ്. പിന്നെ അപ്പുറത്ത് കാണുന്ന 3-4 മുറികൾ അദ്ദേഹമാണ്. അല്ലെങ്കിൽ ഈ ഹാളുമൊക്കെ അദ്ദേഹം, ഇതിനപ്പുറത്ത് ഹാളായിരുന്നു, അതുമൊക്കെ അദ്ദേഹം പണിഞ്ഞു. കുറച്ച് കാശ് അദ്ദേഹം നല്ലൊരു പൈസ മുടക്കി. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് ഒരു 5 വർഷത്തോളം താമസിച്ചു. 5-ാമത്തെ വർഷമായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. തിരുവനന്തപുരത്ത് സപ്താഹത്തിന് പോയി. അദ്ദേഹം സപ്താഹാചാര്യനായിരുന്നു. 7 ദിവസത്തെ പൂജയും കഴിഞ്ഞ് അടുത്ത പാരായണമൊക്കെ കഴിഞ്ഞിട്ട് അവരിങ്ങോട്ട് വരുന്ന വഴിക്ക് വേറൊരു പയ്യനായിരുന്നു സ്വാമിയായിരുന്നു വണ്ടി ഓടിക്കുന്നു. അന്ന് വേറൊരു പയ്യനായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഉറങ്ങിപ്പോയതാണോ എന്തോ ആക്സിഡൻറ്റ് പറ്റി. അങ്ങനെ അവരും ആ വണ്ടിയിലുള്ള 3 പേര് സമാധിയായി. അപ്പോൾ അവരെ പിന്നെ അവിടെ തിരുവനന്തപുരത്ത് നിന്ന് അവിടെ നമ്മൾ ആ ജട ഏറ്റുവാങ്ങി ഇവിടെ കൊണ്ടുവന്നു. ഞാനിവിടെ കൊണ്ടുവന്നു. അദ്ദേഹം ഇത്രയും പൈസയൊക്കെ ഇവിടെ ചിലവാക്കി നല്ല രീതിയിൽ അദ്ദേഹം ഒരു ആധ്യാത്മിക ആചാര്യനായിട്ട് ആയിരക്കണക്കിന് സപ്താഹ വേദികൾ പങ്കിട്ട ആളാണ്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ആ ഭൗതിക ശരീരം ഇവിടെ ആൾക്കാരൊക്കെ അന്ന് കുറേ രീതിയിലൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമ്മളിവിടെ അദ്ദേഹത്തിനെ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് ചോദിച്ചാൽ അവരങ്ങനെ ശരീരം എങ്ങനെ പോകുന്നു എന്നുള്ളതിലല്ല, അല്ലെങ്കിൽ ആക്സിഡൻറ്റിൽ പോയത് കൊണ്ടെന്നുള്ളതിലൊന്നും ഒരു കാര്യവുമില്ല. അതിനും ആർജവമാണ് അദ്ദേഹത്തിൻ്റെ ആ പൂജാതി കർമ്മങ്ങളിലും മറ്റു ക്രമങ്ങളുമൊക്കെ നമ്മൾ അദ്ദേഹത്തിനെ കൊച്ചുനാൾ തൊട്ട് അറിയുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സങ്കല്പത്തെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള യോഗ്യതയുണ്ടെന്ന് തോന്നിയതുകൊണ്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് ഇവിടെ സമാധി ഇരുത്തിയിട്ടുണ്ട്. ഞാൻ തന്നെ അത് ചെയ്യാനുള്ളൊരു സാഹചര്യം ഭഗവാൻ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ അദ്ദേഹത്തെ ഇവിടെ സമാധി ഇരുത്തിയിട്ടുണ്ട്. പിന്നീട് ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ സമാധി ഇരുത്തിയിട്ട് എനിക്ക് അപ്പുറത്ത് നമ്മുടെ സ്വാമി സമാധിയായിരുന്നു. ഇതിനു മുമ്പേ നമ്മുടെ സ്വാമി അപ്പുറത്ത് സമാധിയായിരുന്നു. അപ്പോൾ അത് 1 വർഷത്തെ ആചാരമായിരുന്നു. ആചാരാനുഷ്ഠാനങ്ങളായിരുന്നു അവിടുത്തെ പൂജാതി ക്രമങ്ങളും കാര്യങ്ങളുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതിൽ 41 ദിവസമാകുമ്പോൾ നമ്മളിതിന് യതിപൂജ നടത്തും. അപ്പോൾ അങ്ങനെ ആ യതിപൂജയൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ നടത്തി എല്ലാ മേഖലകളിലുള്ള സന്യാസിമാരെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാവർക്കും വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളും അതുപോലെ സമൂഹത്തിലുള്ളവരെല്ലാം വിളിച്ചു വരുത്തി എല്ലാവർക്കും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിൻ്റെയും 41 യതിപൂജയും കാര്യങ്ങളും ക്രമങ്ങളും എല്ലാം നല്ല ഭംഗിയായ രീതിയിൽ നടത്തി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു തലം ഉണ്ടാക്കി വെക്കാതെ ഒരു ശിഷ്യനെയൊന്നും ഉണ്ടാക്കിയ ശീലം വെക്കാഞ്ഞതുകൊണ്ട് ഈ ഇവിടെ ഉള്ളവരെല്ലാവരും അദ്ദേഹത്തിൻ്റെ ശിഷ്യരാണെന്നും പറഞ്ഞ് ഇത് കയറി കൈയേറി അവരെ കൈ വെച്ച്. അപ്പം പിന്നെ നമുക്ക് നമ്മുടെ പരമ്പരയ്ക്ക് എഴുതി വെപ്പിച്ചായിരുന്നു. അന്ന് ഇത് പരമ്പരയ്ക്കായിരുന്നു എഴുതി വെച്ചത്. അതുകൊണ്ട് പരമ്പരയിൽ ആളില്ലാത്തതുകൊണ്ട് ഇപ്പോൾ പരമ്പരയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തലത്തിൽ ഇവിടെ വരികയും ഇവരോട് നമുക്ക് അവരോട് സംസാരിക്കുകയും അങ്ങനെ ഒരു സാഹചര്യത്തിൽ അതിൽ നിന്ന് അവരെല്ലാം ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പം നമ്മളതിന് നിയമപരമായി പോയി. അങ്ങനെ നിയമപരമായി നമ്മളവരെ ഇവിടുന്ന് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അവരിവിടുന്ന് ഒഴിവാക്കുകയും വീണ്ടും നമ്മൾ ഏറ്റെടുത്ത് നമ്മുടേതായ രീതിയിൽ ഇതിപ്പോൾ ഇങ്ങനെ ചികിത്സയും യോഗമാർഗവും ക്രമങ്ങളും എല്ലാം ആയിട്ട് ഇങ്ങനെ പോവുക. അപ്പോൾ നമ്മുടെ പരമ്പരയിലെ രാമദേവൻ സ്വാമിയുടെ ശിഷ്യനായിട്ട് ഒരാളിവിടെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നിർമ്മലാനന്ദ സ്വാമിക്ക് വീണ്ടും ഇത് വന്നു ചേർന്നു. അപ്പോൾ ഈ സ്വാമി അതിന് മുമ്പേ ഈ സ്വാമി എഴുതി വെച്ചിരുന്നു രാമദേവൻ സ്വാമിയുടെ കാലശേഷം ഇത് നിർമ്മലാനന്ദൻ സ്വാമിക്കായിരിക്കും. അപ്പോൾ അതിന് മുമ്പേ രാമദേവൻ സ്വാമി പോകുമെന്ന് കണ്ട ആളാണ് നമ്മുടെ വിമലാനന്ദ യോഗി തിരുവടി. അപ്പോൾ അങ്ങനെ എഴുതി വെച്ച പ്രമാണത്തിൽ അങ്ങനെ ആയിരുന്നു എഴുതി. അതുകൊണ്ട് ഇത് ഇവിടെയുള്ളവരൊക്കെ കൈകാര്യം ശ്രമിച്ചിട്ടും അത് സ്വാമിക്ക് തന്നെ കിട്ടി. പിന്നെ സ്വാമി അവരെല്ലാവരും ഇവിടുന്ന് ഒഴിവാക്കി ഇത് പിടുത്തുകാരൻ്റെ കയ്യിലാക്കിയായിരുന്നു. ഇതിനിടയ്ക്ക് ഞങ്ങൾ പിന്നെ കേസൊക്കെ കൊടുത്താൽ തിരിച്ചു പിടിച്ചു. അതിനുശേഷം ഈ സ്വാമിയുടേക്ക് പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും വീണ്ടും കൈവശം വന്നു. അപ്പോൾ അവരെ ഇവിടുന്ന് നമ്മൾ നിയമപരമായിട്ട് പിന്നെ ഒഴിവാക്കി അങ്ങനെ ഒരു തരത്തിലൂടെ കൊണ്ടുവന്നാൽ ഇതിപ്പോൾ നമ്മളെ കയ്യിലായി ഇങ്ങനെ കൊണ്ടുപോവുക. ജഗദീശ്വരൻ്റെ കാരുണ്യം കൊണ്ട് ആ സ്വാമിയുടെ കുടുംബം വിറ്റ സ്ഥലമായത്.
വിമലാനന്ദ യോഗി തിരുവടികളുടെ പൂർവിക സ്വത്ത് വിറ്റ് മേടിച്ചതാണിത്. അപ്പോൾ ഇത് സംരക്ഷിക്കേണ്ട ചുമതല നമ്മൾ ഈ പരമ്പരയിൽ ഇങ്ങനെ ഈ വേഷം ധരിച്ച് നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പൂർവിക സ്വത്ത് സംരക്ഷിക്കേണ്ട ചുമതല ഈ പരമ്പരയിലുള്ള വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വളരെ താല്പര്യമുള്ളതായതുകൊണ്ട് അതിന് കുറേയേറെ സാഹസപ്പെട്ടാണ് നമ്മളിത് തിരിച്ചു പിടിച്ചത്. കാരണം ഇവിടെ ഒരു 48 പേര് ഒരു കമ്മിറ്റിയും അതിൻ്റെ ക്രമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 2-3 വർഷം അവർ ഭരിച്ചതാണ്. നമുക്കവിടെ സമയമായപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒതുങ്ങിയപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങോട്ട് വന്ന് പതുക്കെ ഇതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് ഇത് നമ്മളതാക്കിയതാണ്. അപ്പോൾ അങ്ങനെ ഈ രീതിയിലേക്ക് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ പരമ്പരയിലെ യോഗമാർഗത്തിൽ നിർമ്മലാനന്ദ സ്വാമിയാണ് ഈ ബോംബെ നിത്യാനന്ദ സ്വാമി, കടപ്പാ സച്ചിദാനന്ദ സ്വാമി, വിമലാനന്ദ യോഗി, നിർമ്മലാനന്ദ യോഗി, നിത്യാനന്ദ യോഗി. ആ യോഗമാർഗം ആ പരമ്പരയിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയും പൂജാമാർഗം ആഗമാനന്ദ സ്വാമി, സ്വപ്രകാശാനന്ദ സ്വാമി, രാമകൃഷ്ണസ്വാമി, ഇങ്ങനെ ഈ പരമ്പരയിൽ അവരുടെ ഇതുമാണ് നിൽക്കുന്നത്. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു സ്വാമി താമസിച്ചായിരുന്നു. ഈ രാമദേവൻ സ്വാമിക്ക് ശേഷം ഒരു നിത്യാനന്ദ സ്വാമി ഉണ്ടായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റേതായ തലങ്ങളിൽ കുറേയേറെ കഷ്ടപ്പെട്ടത് ഇവിടെ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെയും കാലം കഴിഞ്ഞപ്പം അവരെ ആരെയും ഇവിടെയും സമാധി ഇരുത്താൻ ഈ പ്രദേശത്തുള്ളവർ സമ്മതിച്ചില്ല. ഈ രാമദേവസ്വാമിയെ മാന്തിക്കളഞ്ഞ് അവിടെ സമാധി ഇരുത്തിയത് ഇതിവിടെയുള്ള ആൾക്കാരുടെ ആ അതിപ്രസരം കൊണ്ട് അവരുടെ ആ മുഷ്ടിപ്രയോഗം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ സ്വാമിയെ, നമ്മുടെ വലിയ സ്വാമിയെ മാറ്റി നിർത്തിക്കൊണ്ട് അവരിതെല്ലാം വാരി മാറ്റാനുള്ള ഒരവസരം ഉണ്ടായി. അങ്ങനെ വാരി മാറ്റിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവരെ എല്ലാവരും ഇവിടെ പുനഃസ്ഥാപിക്കാം. അതിന് വേണ്ടിയാണ് നമ്മളിലെ കെട്ടിടങ്ങൾ ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികളൊന്നും പിന്നെ നമുക്കങ്ങോട്ട് തീർക്കാൻ പറ്റാഞ്ഞത് ഇവിടെ നിന്ന് ഒരു പയ്യൻ നമുക്കൊരു അതൊന്നും ഇതിൽ പറയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് അതൊന്നും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഭഗവാന്റെ നിയോഗം പോലെയെല്ലാം നമുക്ക് ചെയ്യാനുള്ളൊരവസരം ആ ഗുരുപരമ്പരയുടെ മാഹാത്മ്യം കൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടം വരെ എത്താൻ പറ്റിയെന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. ഇത്രയൊക്കെ നമുക്ക് ആർജിക്കാൻ കഴിഞ്ഞതും ഇങ്ങനെ ഇത് ചെയ്യാൻ കഴിയുന്നതും ഇപ്പം നമ്മൾ മുന്നിൽ നിന്ന് സംസാരിക്കാൻ നമ്മൾ തന്നെ ഇങ്ങനെ വന്നതും ഇങ്ങനെ ഇതൊക്കെ പറയുവാനുള്ളൊരവസരം ഉണ്ടായതും ആ പരമ്പരയുടെ മാഹാത്മ്യം കൊണ്ടാണ്, എൻ്റെ കഴിവുകൊണ്ടല്ല. അങ്ങ് ഇപ്പം ചെയ്യുന്ന ഉപാസന അല്ലെങ്കിൽ ആ ഒരു വിദ്യ ഉണ്ടല്ലോ, ആ വൈദ്യത്തിൻ്റെ, അത് ഇനി ആർക്കെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ആ ഉപാസന അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ. അതിന് പറ്റിയ ഒരാൾ വരുമ്പോഴെല്ലാം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ ചെയ്തുകൊണ്ട് പോകുന്ന കീഴ്വഴക്കങ്ങളെന്ന് പറഞ്ഞാൽ നിസ്വാർത്ഥമായി സ്വാർത്ഥതയില്ലാതെ പെരുമാറുന്ന ഒരു വ്യക്തി നമുക്ക് വന്നു ചേർന്നാലേ അത് പകർന്നു കൊടുക്കാൻ പറ്റും. ഇപ്പം നിന്ന പയ്യനെ പകർന്നു കൊടുക്കാനൊക്കെ ഇരുന്ന് അവൻ കഴിഞ്ഞ ഓണത്തിന് ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. അന്നേരം അവൻ കാശിക്ക് പോയി. അപ്പോൾ നിന്തിലൂടെ അനുഗ്രഹമാണ് അവൻ കാശിക്ക് പോയത്. ഇനി ഞാൻ പറഞ്ഞു കൊടുത്താലും അവനിവിടെ നിൽക്കത്തില്ല, പോകുന്നവൻ അതിൽ നിന്ന് കണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനൊരു തോന്നൽ വരികയും കാശി പോവുകയും അവിടെ പോയി കിടന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നു എന്നോട് പറഞ്ഞത് ഉപാസന മന്ത്രം കൊടുക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇതങ്ങനെ വിൽക്കാനുള്ള സാധനമല്ലല്ലോ, ഇതിനൊരു സമയവും കാലവും നേരവും കണ്ടെത്തി പറഞ്ഞു തന്നാലേ ഇത് ഇതേപോലെ ശോഭിക്കത്തും. അതുകൊണ്ട് അതിനവസരം വരികയാണെങ്കിൽ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അതങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു. അങ്ങനെ പയ്യനങ്ങ് പോവുകയും ചെയ്തു. നമുക്കത് ഭഗവത്കൃപ കൊണ്ട് അങ്ങനെ അത് പറഞ്ഞു കൊടുക്കേണ്ട ഒരവസരം ഉണ്ടായില്ല. ഇനി പിന്നെ ആരെങ്കിലും വരും. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളൊക്കെ അന്നേരം പതുക്കെ ഉണ്ടാവും. ഇതൊന്നും നമ്മളല്ലല്ലോ നിശ്ചയിക്കുന്നത്, കാലമാണ് ഇതെല്ലാം. ആ കാലം നമ്മളെ അതിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മളതുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ആ സമയമാകുമ്പോൾ അത് എത്തിച്ചേരും. അല്ലെങ്കിൽ അതിനുള്ള വഴികളെല്ലാം ഉണ്ടായിക്കോളും. എന്തായാലും വഴികളുണ്ടാകും, നമ്മൾ മുമ്പോട്ട് പോകില്ലേ. അപ്പോൾ അതിനുള്ളൊരു സന്തോഷം ജഗദീശ്വരൻ ഒരുക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുക. സ്വാമിജി, അങ്ങയുടെ ഗുരുവുമായിട്ടുള്ള ആത്മീയ അനുഭവങ്ങളെക്കുറിച്ചൊന്ന് പങ്കുവയ്ക്കാമോ? അപ്പോൾ നമ്മുടെ ആശ്രമത്തിൽ ഞാൻ പറഞ്ഞല്ലോ 18ാമത്തെ വയസ്സിലാണ് വന്നു ചേരുന്നത്. വന്നു ചേരുമ്പോൾ ഞാൻ അവിടെ വണ്ണം കൊണ്ട് കയറുമ്പോൾ സ്വാമി അവിടെ പത്മാസനത്തിലിരുന്ന് പൂജ ചെയ്യുകയാണ്. പത്മാസനത്തിലിരുന്നുകൊണ്ട് പൂജ ചെയ്യുക. ആ ഗണപതി ഹോമം നടത്തുകയാണ്. അങ്ങനെ അവിടെ അങ്ങോട്ട് ചെന്ന് കയറുമ്പോൾ ആദ്യം കാണുന്നത് അതാണ്. അദ്ദേഹത്തിന് അങ്ങനെ പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ പൂജ കണ്ടപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് പൂജ പഠിച്ച് പൂജ ചെയ്തിട്ട് വരിക. അപ്പോൾ വരുമ്പോൾ ആ തലത്തിൽ നിന്നും ഇങ്ങനെ ഇവിടെ വന്ന് കാണുമ്പോൾ ഇങ്ങനെ കാലൊക്കെ വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ക്രമത്തിലേക്ക് വരുമ്പോൾ നമ്മളും ഇതൊക്കെ പഠിച്ചിട്ട് വന്ന് അങ്ങനെ ഇരിക്കാനുള്ള ഒരു സംവിധാനമൊക്കെ ഉണ്ട്. പക്ഷേ പൂജ ചെയ്യുന്ന ആ ക്രമമൊന്നും ആ രീതിയിൽ നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അന്നേരം ഇദ്ദേഹം പറഞ്ഞ് ഞാനും പഠിച്ചിട്ടില്ല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും, രാമകൃഷ്ണസ്വാമിയിൽ നിന്ന് പൂജ പഠിക്കാൻ പറ്റും. അങ്ങനെ രാമകൃഷ്ണസ്വാമിയിൽ നിന്ന് പൂജ പഠിച്ച് ആഗമാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ് രാമകൃഷ്ണസ്വാമി. അപ്പോൾ രാമകൃഷ്ണസ്വാമി നമുക്ക് ഈ പൂജകളെല്ലാം പറഞ്ഞു തന്നു. അപ്പോൾ ആ പൂജയുടെ ക്രമങ്ങളും അതിൻ്റെ തലങ്ങളും എല്ലാം ഈ രാമകൃഷ്ണസ്വാമി എന്ന് പറയുന്നത് സ്വപ്രകാശാനന്ദ സ്വാമിയുടെ ശിഷ്യനാണ്, വിമലാനന്ദ യോഗിയുടെ
ശിഷ്യൻ്റെ ശിഷ്യന്. അതാണ് നമ്മൾ ബോംബെ ഈ പറയുന്ന പിന്നെ ആഗമാനന്ദ സ്വാമി, സ്വപ്രകാശാനന്ദ ഭാരതി, രാമകൃഷ്ണ സ്വാമി എന്ന് പറയുന്നത്. ആ പരമ്പരയിലുള്ള അവിടെ ഒടുക്കലത്തെ കണ്ണിയ രാമകൃഷ്ണ സ്വാമി അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞു തന്നതാണ് ഈ പൂജാതി ക്രമങ്ങളെല്ലാം. അപ്പോൾ ആ പൂജ ഇപ്പോൾ നമ്മൾ നടത്തുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും നമ്മൾ ഇവിടെ പൂജയുണ്ട്, ഹോമമുണ്ട്. വളരെ വിശാലമായ രീതിയിൽ ഈ സമൂഹത്തിലുള്ള ഇതുപോലുള്ള എല്ലാവിധമായ രോഗനിവാരണത്തിനും അതുപോലെ ഐശ്വര്യത്തിനും സൗഭാഗ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇവിടെ നമ്മളെല്ലാ ഞായറാഴ്ചയും പൂജ നടത്തുന്നു. ഇവിടെയും അവിടെയും 2 ഞായറാഴ്ച ഇവിടെയും 2 ഞായറാഴ്ച അവിടെയും ഭരണിക്കാവില്ല. അങ്ങനെ രണ്ടും മാറിയും തിരിഞ്ഞിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു. നല്ല രീതിയിൽ നമ്മളിതെല്ലാം കൊണ്ടുപോവാണ്. അപ്പോൾ അങ്ങനെയാണ് പൂജാമാർഗ്ഗങ്ങളും ക്രമങ്ങളും അങ്ങനെ വന്ന് ഈ സ്വാമി പറഞ്ഞു വിട്ടാണ് അങ്ങനെ പൂജയൊക്കെ നമ്മുടേതായ രീതിയിലേക്ക് പഠിക്കുകയും ഇത് നമ്മുടേതായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ക്രമങ്ങളിലുണ്ടാവുകയും ചെയ്തു. അങ്ങനെ സ്വാമിജി വന്നു. അങ്ങനെ ഞാൻ വന്ന് ആ പൂജ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പൂജ കഴിഞ്ഞ് എണ്ണീറ്റിരിക്കുമ്പോൾ ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അപ്പം പൂജയോട് നമുക്കും താല്പര്യം വന്നുകൂടി. ഞാൻ പറഞ്ഞു പൂജയൊന്നും നമ്മുടെ പരമ്പരയ്ക്ക് ചേരുന്നതല്ലെന്ന് പറഞ്ഞു. അല്ല, പൂജയൊന്നും നമുക്ക് ഇത് ഞാനങ്ങ് ആ സ്വാമി എന്നോട് പൂജ ചെയ്യേണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാനങ്ങ് പഠിച്ച് ചെയ്യുക. അതിൻ്റെ പൂജയൊന്നും നമുക്ക് പരമ്പരയ്ക്ക് വീഴുന്നതല്ല. പിന്നെ നീ പഠിച്ച് ചെയ്യ്. എന്നാൽ ഇതൊന്നും നമ്മളെ ബന്ധിക്കാതെ അനുഷ്ഠാന മാർഗത്തിൽ ക്രമത്തിലിരുന്ന് പോയാൽ ഇതൊന്നും നമ്മളെ ബന്ധിക്കത്തില്ല. അങ്ങനൊരു ക്രമത്തിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ പൂജ പഠിക്കുന്നു. അങ്ങനെ പൂജ പഠിച്ച് പിന്നെ അതിനനുസരിച്ച് സ്വാമിയുടെ ആ നിരന്തരമായുള്ള ക്രമങ്ങളും കാര്യങ്ങളും അനുഷ്ഠാന മാർഗങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞു തരികയും അതിനനുസരിച്ച് അനുഷ്ഠിക്കുകയും അത് നമ്മളെ കൂടുതൽ അദ്ദേഹം വന്നിരുന്ന് വീക്ഷിക്കുകയും അങ്ങനെ ആ ഒരു തലങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ സന്തോഷപ്രദമായ പല പല അനുഭവങ്ങളും നമുക്ക് ഉണ്ടായിട്ടുണ്ട്. സ്വാമിജിയിൽ നിന്ന് ഒരുപാട് അനുഭവങ്ങൾ. പലർക്കും സ്വാമിജി പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതെല്ലാം 100% അക്ഷരാർത്ഥത്തിൽ പൂർണ്ണമായി വിജയപ്രദമായ രീതിയിൽ നമുക്ക് അനുഭവങ്ങളിലൂടെ കാണാൻ. ഇപ്പം അങ്ങനെ വലിയ അവിടെ ഈ നമ്മളിങ്ങനെ നമ്മുടെ ഒരു സ്വാമിയുടെ ഒരു അടുത്ത പറന്തലിലുള്ള പ്രഭാകരൻ പിള്ളി എന്ന് പറയും. സ്വാമിയുടെ അടുത്തൊരു ഇങ്ങനെ സ്വാമിയോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുള്ളൊരു സാറാണ്. അദ്ദേഹം ഇങ്ങനെ അവിടെ ഒരു ബാങ്ക് ജോലിയായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് അദ്ദേഹത്തിനൊരു ബുദ്ധിമുട്ടുണ്ടായി. അദ്ദേഹത്തിന് അവിടുന്ന് കുറേ ധനം നഷ്ടപ്പെട്ടു. അദ്ദേഹം അറിയാതാണ് ധനം നഷ്ടപ്പെട്ടു. പക്ഷേ അദ്ദേഹമാണ് അതിൻ്റെ മാനേജർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ അത് കേസായി. അദ്ദേഹത്തിനെ അതിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തി. അങ്ങനെ നിർത്തിയപ്പോൾ ഈ സ്വാമിയുടെ ഇടയ്ക്ക് വന്ന് ഒരുപാട് സ്ഥലത്ത് അദ്ദേഹം പോയതാണ്. എന്നാലും ഈ സ്വാമിയുടെ ഇടയ്ക്ക് വന്ന് കുറേ കാലം കഴിഞ്ഞപ്പം കുറച്ച് നാൾ കഴിഞ്ഞപ്പം വന്നു പറഞ്ഞു. അങ്ങനെ ഈ സ്വാമി അന്നേരം പറഞ്ഞു, നീ എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ലല്ലോ. തെറ്റൊന്നുമില്ല. അപ്പോൾ അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്ക് നിനക്കിതെല്ലാം വരുന്ന ആഴ്ച ആകുമ്പോഴത്തേക്ക് ഇതെല്ലാം മാറിക്കിട്ടുന്നു. അപ്പോൾ 2-3 ദിവസം അവിടെ വന്ന് തൂക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം കൂടെ വന്ന് അവിടെ തൂക്കുകയും ഭാര്യയും അവിടുത്തെ കാര്യങ്ങളും ക്രമങ്ങളും എല്ലാം ചെയ്യുകയൊക്കെ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്താൻ അവിടെ കഴിഞ്ഞു. അതിൻ്റെ ബാക്കി എടുത്തുകൊണ്ട് പോയ ആളുകളെയൊക്കെ കണ്ടു കിട്ടുകയും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയുകയും അദ്ദേഹത്തിന് ജോലി കിട്ടുകയും അങ്ങനെ ആ ഒരു തലം വലിയൊരു സംഭവമാണ്. കാരണം വലിയൊരു തലമാണ് അദ്ദേഹത്തിന് അന്നങ്ങനെ പറയുകയും അത് പറഞ്ഞതുപോലെ തന്നെ മാറ്റിക്കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം അതിനുവേണ്ടി നമുക്കങ്ങനെ ഇദ്ദേഹത്തിന് ആ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞത് തൊട്ട് അദ്ദേഹത്തിന് ആശ്രമത്തിനോട് ഭയങ്കര അഭേദ്യമായ ബന്ധമായി. അങ്ങനെ അദ്ദേഹം അവിടെ വരികയും ഞങ്ങളെ പരിചയപ്പെടുകയും അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുകയും അവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ഇങ്ങനെ നിന്നെയാണ്. അങ്ങനെ നിൽക്കവെയാണ് ഇവിടെ ഈ കോമ്പറ്റീഷനും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴൊക്കെ അദ്ദേഹം നമ്മളെ വേണ്ടും നിർത്തി അന്നൊക്കെ ഹെൽപ്പ് ചെയ്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. പിന്നീട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പം അവരവരുടേതായ എന്തോ നമ്മളുമായിട്ട് യാതൊരു ഇതുമില്ല. അവരിങ്ങനെ മാനസികമായിട്ട് അവർ നമ്മൾ അവിടുത്തെ കെട്ടിടം പൊളിച്ച് പണിയാൻ അദ്ദേഹം കൂടെ ഒക്കെ വന്നായിരുന്നു അന്ന് നിന്നത്. അപ്പോൾ അവരുടെ ആഗ്രഹത്തിന് അത് പൊളിച്ചിട്ട് വാർക്കണമെന്ന് പറഞ്ഞു. സ്വാമി ഉണ്ടാക്കി വെച്ച സാധനം വാർക്കാൻ നമുക്ക് മനസ്സിന് താല്പര്യമില്ലാത്തതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞങ്ങനെ അത് പറ്റത്തില്ല. അങ്ങനെ മാനസികമായിട്ട് ഞങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞ് ഇവർക്ക് മാനസികമായിട്ട് അത് എന്തോ മനസ്സിൽ കൊണ്ടാണ് നമ്മളിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തോ അദ്ദേഹം ഇപ്പോൾ ഇത്തിരി മാനസികമായി മാറി നിൽക്കുക. മാറി നിന്നുകൊണ്ടൊന്നും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ആ ഒരു കീഴ്വഴക്കം, പിന്നെ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും നമ്മളോട് ഇടപെട്ട് അദ്ദേഹം പല കാര്യങ്ങളും നമുക്ക് ആശ്രമത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ബന്ധപ്പെടുകയും പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് അദ്ദേഹത്തിനോട് ഒരുപാട് സ്നേഹവും സന്തോഷവും സൗഹൃദമൊക്കെ ഉള്ള. പക്ഷേ അദ്ദേഹം ഇപ്പോൾ എന്തോ
നമ്മളോട് എന്തോ വിദ്വേഷത്തിൽ മാറി നിൽക്കുകയാണ്, എന്തോന്ന് അറിയത്തില്ല. ആരെങ്കിലും പറഞ്ഞായാലും മതിയല്ലേ, ഒരാൾ പറഞ്ഞു കൊടുത്താലും മതിയല്ലേ, എന്താണെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല. എന്തായാലും അദ്ദേഹം മാറി നിൽക്കുകയാണ് കുറച്ച്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമൊക്കെ വന്നാലും എന്തായാലും ഞാനന്ന് അത് വിട്ടുകൊടുത്തില്ല. ഞാൻ തന്നെ അതിന് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം നിന്ന് ചെയ്ത് സ്വാമി ചെയ്തിട്ടതുപോലെ തന്നെ ആ ഗുഹയും 3 നിലയാണ്. അപ്പോൾ അതിൻ്റെ സംവിധാനങ്ങളെല്ലാം അതേ തലത്തിൽ തന്നെ നിലനിർത്തി ചെയ്യണമെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട്, സ്വാമി ചെയ്തതിന് ഒരു അഴിവുണ്ടാക്കാതെ അതേപോലെ നിർത്തണമെന്ന് തോന്നിയതുകൊണ്ട് ആ രീതിയിൽ തന്നെ അതെല്ലാം ചെയ്യുകയും ഭഗവത്കൃപ കൊണ്ട് അതൊക്കെ ഇങ്ങനെ പണി തീർന്നു. ഉദ്ഘാടനമായില്ല, ഞാനവിടെ വിളക്കൊക്കെ കത്തിക്കുന്നെങ്കിലും ഉദ്ഘാടനമായില്ല. അത് അവിടെ ഒരു ചെറിയ കെട്ടിടവും കൂടെ തീർത്തിട്ട് ഉദ്ഘാടനം ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. നല്ല രീതിയിലൊരു സാമൂഹികമായി കുറേ ഉയർന്ന നിലവാരത്തിലുള്ളൊരു ആളിനെ കൊണ്ട് വെച്ച് നടത്തണമെന്നാണ് നമ്മുടെ ചിന്ത. അപ്പോൾ അതിനനുസൃതമായി അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പണികളൊക്കെ ഇങ്ങനെ നടക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകാനും ഒക്കെ ഉള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ സ്വാമിജിയുടെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ 10-39 വർഷം ഒന്നിച്ച് താമസിച്ചിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളിലും അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതായാലും അല്ലാതെ നമുക്കിതുപോലെ ബോധ്യങ്ങളുള്ളതായാലും ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്നും ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാവുന്നതോ അല്ലെങ്കിൽ മറക്കാൻ പറ്റുന്നതോ അല്ല. അത്രയ്ക്കും ഒരുപാട് ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് ഉണ്ട്. ഇതിങ്ങനെ ഞാൻ എടുത്തു പറഞ്ഞേ, ഇദ്ദേഹത്തിനെ നമ്മളുമായിട്ടും കൂടുതൽ അടുപ്പമുള്ള ആളായിരുന്നു. പിന്നെ പെട്ടെന്നൊന്ന് മാറി നിന്നതുകൊണ്ട് ഞാനങ്ങനെ പറഞ്ഞൊന്നുമില്ല. ഗുരുവായിട്ടുള്ള ബന്ധം ഞാനിവിടെ വന്നിങ്ങനെ കൂടി ഈ സമയത്ത് അദ്ദേഹം നമുക്ക് അവിടുത്തെ താമസത്തിന് അവിടെ വലിയ സൗകര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ കെട്ടിടമൊക്കെ ഇപ്പം വെച്ച് ഇപ്പം നമ്മൾ വന്ന് കയറിക്കേണ്ടതൊക്കെ ഇപ്പം വെച്ച്. നേരത്തെ നമുക്ക് അവിടെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. 2 മുറിക്കൊരു വടക്ക് വശത്തൊരു ഷെഡുണ്ടായിരുന്നു. അപ്പോൾ അത് മണ്ണ് കൊണ്ടുണ്ടാക്കിയത്, മൺകട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ അതിലാണ് നമ്മളിങ്ങനെ 2 മുറിയുണ്ട്. അതിൽ ഒരു മുറിയിൽ ആഹാരം പാചകം ചെയ്യും, ഒരു മുറിയിൽ അത് വെച്ച് വിളമ്പി ആൾക്കാർക്ക് കൊടുക്കും. അങ്ങനെ ഒരു സംവിധാനത്തിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കവേ കിഴക്കേപ്പുറത്ത് ആനക്കൊട്ടിലുണ്ട്. അതിനകത്ത് വെച്ച് ഭക്ഷണമൊന്നും വിളമ്പാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ സപ്താഹമൊക്കെ വന്നപ്പം വേറെ സ്ഥലമില്ല, മഴയായപ്പം അവിടെ നമുക്ക് സ്ഥലമുള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് അതൊക്കെ നടത്തി അങ്ങനെ സപ്താഹങ്ങളും കാര്യങ്ങളുമൊക്കെ നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോയി നല്ല തലങ്ങളിലേക്ക് സ്വാമിജി ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹം കാണിച്ചു തന്നതാണ്. അപ്പോൾ സപ്താഹമൊക്കെ വളരെ ഗംഭീരമായ രീതിയിൽ നമ്മൾ വലിയ വായനക്കാരും വലിയ ഈ പ്രഭാഷണക്കാരെയൊക്കെ കൊണ്ട് നമ്മുടെ പൂജപ്പുര കൃഷ്ണൻ നായർ സാറിനൊക്കെ അറിയോ? പൂജപ്പുര കൃഷ്ണൻ നായർ സാറിനൊക്കെ ആചാര്യനായിട്ട് വെച്ച് നമ്മളിവിടെ ഉപനിഷത്ത് ജ്ഞാനയജ്ഞമൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ അന്നേരം അന്ന് കൂടെ നിന്നത് പ്രൊഫസർ രാഘവൻ നായർ സാറും കുട്ടപ്പൻ സാറുമായിരുന്നു. 3 പേർക്ക് അവർ 3 പേര് ഒന്നിനൊന്നും മെച്ചമാണ്. ഒരാൾ പ്രൊഫസറാണ്, 2 പേര് പ്രൊഫസർമാരാണ്, ഒരാൾ അധ്യാപകനാണ്. അങ്ങനെ അവരായിരുന്നു നമുക്ക് ഈ ഉപനിഷത്ത് ജ്ഞാനയജ്ഞമൊക്കെ ഞാൻ അവിടെ നടത്തുമായിരുന്നു. വർഷത്തിൽ 1 പ്രാവശ്യം, ചിലപ്പോൾ 2 പ്രാവശ്യം നടത്തും. സ്വാമിയുടെ സമാധിക്കും നടത്തുമായിരുന്നു, ജയന്തിക്കും നടത്തുമായിരുന്നു. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മളവിടെ ചെയ്ത് കൂട്ടിയതാണ്. അങ്ങനെ സ്വാമിജിയും അതിന് വേണ്ടുന്ന എല്ലാ ഹെൽപ്പും എന്ത് വേണോ നമുക്കതിനെല്ലാം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തരികയും എല്ലാ ദിനേരികളിലും നമുക്ക് വേണ്ടുന്ന അനുഷ്ഠാന മാർഗ്ഗങ്ങളെല്ലാം പറഞ്ഞു തരികയും സന്തോഷപ്രദമായ ഒരു ജീവിതത്തിലൂടെ നമുക്ക് മുമ്പോട്ട് പോകാനുള്ളൊരവസരം ഒരുക്കി തരികയൊക്കെ ചെയ്തു. പിന്നെ യോഗമാർഗ്ഗത്തിൽ ഞങ്ങളിങ്ങനെ ആധ്യാത്മിക മണ്ഡലം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന യോഗമാർഗ്ഗം എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ യോഗമാർഗ്ഗം എന്ന് പറയുന്ന കയ്യും കാലും പൊക്കുന്ന ക്രമമായാലും ചിന്തിക്കുന്നത്. ഒരിക്കലും അതൊന്നുമല്ല. അതിൻ്റേതായ തലങ്ങളിൽ നമുക്ക് കടന്നു പോകണമെങ്കിൽ എന്ത് വേണം? നാം എന്നുള്ള വ്യക്തി ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് നമുക്ക് എത്തണം. അതാ യോഗ. ഇവിടെ എല്ലാവരും കാണുന്നത് അതല്ല. കയ്യും കാലും പൊക്കുന്നതും നമുക്ക് ഇവിടെ ഇച്ചിരി രോഗപ്രതിരോധ ശക്തിക്ക് വേണ്ടി ഇച്ചിരി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ് യോഗ എന്നാണ് എല്ലാവരുടെയും തെറ്റിദ്ധാരണ. അതൊരിക്കലും അല്ല. നമ്മുടെ ശരീരത്തിൻ്റെ ക്രമങ്ങളും ഘടനകളും പഠിച്ച് അതിനനുസരിച്ച് മനസ്സിൻ്റെ നിലയെ നമുക്ക് പൂർണ്ണമായ ഒരു തലത്തിലേക്ക് എത്തിക്കുവാൻ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്തണമെങ്കിൽ വളരെ ഒരു ത്യാഗം ചെയ്തെങ്കിൽ മാത്രമേ പറ്റൂ. അപ്പോൾ ആഹാരം തന്നെ ആയാലും ആഹാര നിയന്ത്രണമായാലും അല്ലെങ്കിൽ മറ്റ് ദിനേരികളിലുള്ള ക്രമങ്ങളായാലും പ്രാണായാമമായാലും മെഡിറ്റേഷൻ്റെ ക്രമത്തിൽ നമുക്ക് പ്രാണായാമം ചെയ്ത് കയറിപ്പോകുന്ന ഒരു ക്രമമായാലും അത് സഗുണത്തിലല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ മുമ്പ് ചോദിച്ചല്ലോ, ഒരു ഉപാസനാമൂർത്തിയുണ്ട്, അല്ലെങ്കിൽ ഉപാസനാമൂർത്തിയെ പറഞ്ഞാൽ അത് നമ്മൾ സഗുണത്തിലുള്ളതാണ്. നമ്മൾ ഈ പ്രാണായാമ ക്രമങ്ങളും അനുഷ്ഠാനങ്ങളൊന്നും സഗുണത്തിലുള്ളതല്ല, നിർഗുണത്തിൽ ഗുണങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ഒരു ക്രമത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം നമ്മൾ കയറി 3 മണിക്കൂർ നമ്മളിപ്പം രാവിലെ 3 മണിക്കൂർ കയറി അനുഷ്ഠാനത്തിൽ 3 മണിക്കിരുന്ന, അല്ലെങ്കിൽ ചിലപ്പോൾ 2:30-ആയിരിക്കും ഇരിക്കുന്നത്. 2:30 ഇരുന്ന നമ്മൾ 4:30-ആയിരിക്കും ഇറങ്ങി വരുന്നത്. അതുപോലെ നമ്മൾ വൈകിട്ട് ചിലപ്പം ഇവിടുത്തെ ആൾക്കാർ വൈകിട്ടൊക്കെ വന്ന് ഒരുപാട് തിരക്കൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 10 മണിയൊക്കെ ആവും നമുക്ക് കയറിയിരിക്കുക, അനുഷ്ഠാനത്തിന് ഇരിക്കുക. 10 മണിക്കിരുന്നാൽ നമ്മൾ കറക്റ്റ് 1 മണിയാകുമ്പോഴേ ഇറങ്ങത്തുള്ളൂ. അങ്ങനെ
പ്രാണായാമത്തിൻ്റെ ക്രമങ്ങളും മെഡിറ്റേഷനും ഒക്കെ വേറൊരു തലത്തിലാണ് നമ്മൾ പോകുന്നത്, സാധാരണ ഒരു തലത്തിലല്ല. ഇവരുടെ നമ്മുടെ ഈ വിമലാനന്ദ യോഗിയുടെയൊക്കെ ക്രമം ജീവബ്രഹ്മൈക്യ വേദാന്ത രഹസ്യം മേടിച്ച് നമ്മൾ വായിച്ചാൽ നമുക്കതിനെപ്പറ്റി അറിയാൻ പറ്റും. നല്ലൊരു തലമാണ്. പിന്നെ സ്വാമിജിയുടെ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അത് വായിച്ചാൽ കുറച്ചൊക്കെ നമുക്ക് വശമാക്കാൻ പറ്റും. നല്ലൊരു തലമാണ്. അപ്പം ആ നിർഗുണത്തിലാണ് നമ്മുടെ ഈ ക്രിയാക്രമങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വിളിച്ചിരുത്തി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതല്ല. പിന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റും, സഗുണത്തിൽ നമുക്കിങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇപ്പം ശിവനെ പ്രാർത്ഥിക്കാൻ പറയാം. ഇപ്പം ഇവിടെ ശിവനായിട്ടാണ് സ്വാമിജിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാമിജിയുടെ പ്രതിബിംബം കണ്ട് നിങ്ങൾ ശിവനായി പ്രാർത്ഥിക്കാനെന്നുള്ളൊരു ക്രമത്തിലായി ഇപ്പം നമ്മളിവിടെ വരുന്ന ഈ ഗൃഹസ്ഥർക്കൊക്കെ പറഞ്ഞു കൊടുക്കുകയും അത് അങ്ങനെ ഒരു മന്ത്രം, ഇപ്പോൾ ആ വിമലാനന്ദ യോഗിയുടെ ഒരു മന്ത്രമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്രമത്തിലേക്ക് നമ്മൾ ഓം ശ്രീം ക്രീം നമ ശിവായ, ഇതാണ് നമ്മളിവിടെ സ്വാമിയുടെ മൂലമന്ത്രമായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആ ഓം ശ്രീം ക്രീം നമ ശിവായ നമ്മൾ ജപിക്കുമ്പോഴുണ്ടാകുന്ന മനസ്സിൻ്റെ ഒരു നില ഗൃഹസ്ഥർക്ക് വളരെ പ്രചോദനം ചെയ്യും. അപ്പോൾ അങ്ങനെ അതിനു വേണ്ടി അവർക്ക് ഇങ്ങനെ ഇതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ അതിനകത്ത് നമ്മൾ ലഘു പ്രാണായാമങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അനുലോമ വിലോമവും അല്ലാതെ നമ്മുടെ സ്വാമിയുടെ വേറൊരു ക്രമത്തിലുള്ള ചെറിയ ചെറിയ ക്രിയകൾ, അതൊക്കെ ഗൃഹസ്ഥർക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചെയ്യണമെങ്കിൽ ഉപാസനയൊന്നുമല്ല, ഇത് നല്ലൊരു തലത്തിലേക്ക് നമുക്ക് ആ ഒരു ക്രമത്തിലേക്ക് പോകുമ്പോൾ ആദ്യം സ്വാമിയുടെ മന്ത്രം പറഞ്ഞു കൊടുത്ത് സ്വാമിയെ കൊണ്ട് ആ മന്ത്രം ചെല്ലിപ്പിച്ച് ആ വരുന്നവരെ കൊണ്ട് ആ മന്ത്രം ചെല്ലിപ്പിച്ച് അവർ ഈ അനുഷ്ഠാനം ചെയ്ത് കുറേ കാലം കഴിയുമ്പോൾ അവരെ ആ നമ്മുടെ ഈ തലത്തിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. അപ്പോൾ അതിനാണ് അനുയോജ്യമായ ആരെങ്കിലും വന്നു ചേർന്നാലേ ആ ഒരു തലത്തിലേക്ക് നമുക്ക് കടന്നു പോകാൻ പറ്റും. പിന്നെ ചിലപ്പോൾ ആധ്യാത്മികത്തെക്കുറിച്ച് പറയുമ്പം നമ്മൾ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി, ഈ 8 അംഗങ്ങളിലൂടെ നമ്മുടെ ജീവിതചര്യകളെ മാറ്റിമറിക്കാൻ ഇന്ന് ആൾക്കാരും സന്നദ്ധരല്ല. എല്ലാവരും ദൂരെ നിൽക്കത്തതേ ഉള്ളൂ. പറയുന്നത് ഇപ്പം പതഞ്ജലി മഹർഷി പറഞ്ഞായാലും യാജ്ഞവൽക്യം പറഞ്ഞതായാലും അതല്ല മറ്റുള്ള യോഗാചാര്യന്മാർ പറഞ്ഞതായാലും ഇതൊന്നും പാലിക്കാൻ നമ്മുടെ സമൂഹത്തിന് ആ തലത്തിലേക്ക് എത്തിച്ചേരാനുള്ള താല്പര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ യോഗമാർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഇവിടെ വേണ്ടുന്ന രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ആവുകയാണ്. പിന്നെ നമ്മുടെ കർമ്മമണ്ഡലങ്ങളും നമ്മുടെ ആ കർമ്മശേഷിയും അതിനൊത്ത് വളർന്നില്ല. ഈ സമൂഹത്തെ നമുക്ക് എങ്ങനെയെങ്കിലും പിടിച്ചു നിർത്തണമെങ്കിൽ കുറേ നമ്മുടെ കയ്യിൽ ചെപ്പടി വിദ്യ വേണം. അത് നമ്മുടെ കയ്യിലില്ല. ചെപ്പടി വിദ്യ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴേ കയറി ഒരു നല്ലൊരു തലത്തിലേക്ക് കയറി വരാം. നമ്മൾ സത്യസന്ധമായി ഇങ്ങനെ ആ ഒരു തലത്തിലൂടെ ഭഗവാന്റെ ആ കാരുണ്യത്തിലൂടെ നമ്മൾ ആ അനുഷ്ഠാനം ചെയ്ത് 13ാമത്തെ വയസ്സിൽ ചെയ്ത അനുഷ്ഠാനം ആ ക്രമത്തിൽ നമുക്ക് കൊണ്ടുവന്നപ്പം ഭഗവാൻ തന്നതാണ് ഇതൊക്കെ, ഈ അനുഷ്ഠാന മാർഗ്ഗങ്ങളെല്ലാം നമ്മളിങ്ങൊന്നും സമ്പാദിച്ചതില്ല. അപ്പം ആ അനുഷ്ഠാന മാർഗ്ഗങ്ങളിലൂടെ വരുന്നത് കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ ഒരു സാധനമില്ല. അല്ല, ചെപ്പടി വിദ്യ നമ്മൾ കാണിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അങ്ങ് കയറി വരാനും ആ രീതി പടർന്ന് ബന്ധിരിക്കാതെ നിൽക്കുന്നത്. കാരണം അങ്ങനെ ഒരു തലത്തിലേക്ക് ഇതിപ്പം നാളെ ആയാലും നമ്മുടെ ആരെങ്കിലും ഒരു പയ്യൻ വന്ന് അവൻ ഏറ്റെടുത്ത് അവൻ്റെ ഇരിച്ചിരി വേലത്തരമുണ്ടെങ്കിൽ അവനിത് കൊണ്ടുപോകുമ്പോൾ ഇതങ്ങ് മാറും. നമ്മളിപ്പം യൂട്യൂബിൽ കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റു രീതിയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ ഇതിനെ വിറ്റ് കാശ് മേടിക്കാനോ ഒന്നും നമ്മൾ ശ്രമിക്കുന്നില്ല. ആരെങ്കിലും വരുന്നവരെന്തെങ്കിലും തരുന്നെങ്കിൽ അതുകൊണ്ട് നമ്മുടെ ദിനേരികൾ കഴിഞ്ഞു പോകും. ഭഗവാൻ അതിന് വേണ്ടുന്നതെല്ലാം ഇവിടെ തരുമെന്നുള്ള ഒരു പ്രതീക്ഷ 44 കൊല്ലം കൊണ്ട് നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ഇന്ന് വരെ ഒന്നിനും മുട്ട് വന്നിട്ടില്ല. ഇപ്പം വരെ നമ്മളിപ്പോൾ ആദ്യം സൈക്കിളേ വന്ന് പിന്നെ ബൈക്കിൽ വന്ന് ഇപ്പോൾ നമ്മൾ കാറിലാണ് വന്നത്. ചിന്തിച്ച് നോക്കി. അപ്പം നാളെ നമ്മൾ പിള്ളേരിലും വന്നുവിടാന്നില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കണ്ട. ഭഗവാൻ തരുന്നത് എപ്പോഴാണ് നമുക്ക് തരുന്നതെന്ന് വെച്ചാൽ അതെല്ലാം വരും. കാരണം എന്താ, നമ്മൾ ദിനേരികളിൽ നമ്മൾ അനുഷ്ഠിക്കുന്ന മാർഗ്ഗങ്ങൾ സത്യസന്ധമായി കൊണ്ടുപോകുമ്പോഴാണ് വേണ്ടുന്നതെല്ലാം ഭഗവാൻ അത് ഒരുക്കി വെച്ചേക്കുക. ഒരു ദിവസം ഇതെല്ലാം വേണ്ടുമ്പത്തിലായിക്കോളും. പ്രകാശ സ്വരൂപം ഇതെല്ലാം നിൽക്കുന്ന ഒന്നിലാണെങ്കിൽ അത് വേണ്ടുന്ന രീതിയിലങ്ങ് വന്നോളും. നമ്മൾ രണ്ടായിട്ട് പോകേണ്ട കാര്യമില്ല. അപ്പോൾ ഏത് ഗുരുക്കന്മാരായാലും, ഇപ്പോൾ നമ്മുടെ ഗുരുവായാലും ഞാനായാലും ഇദ്ദേഹമായാലും എല്ലാവരും ഒന്നാണ് ഇവിടെ കാണുന്നത്. സദാശിവനെ തുടങ്ങി നാളെ ദൂരമുള്ള എല്ലാ ഗുരുക്കന്മാരും ഒന്നാണ്, ആരും മാറ്റമില്ല. അപ്പോൾ അവിടെ തൊട്ട് ഇവിടം വരെയും നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാ പരമ്പരകളിലുള്ള ഗുരുക്കന്മാരും വേറിട്ടല്ല നിൽക്കുന്നത്. നമ്മളെല്ലാം ഒന്നായിട്ടാണ് പോകുന്നത്. നമ്മളെ മനസ്സിലാണ് നമ്മൾ രണ്ടായി കാണുന്നത്. എൻ്റെ ശരീരം, എൻ്റെ ഉടുപ്പ്, അല്ലെ എൻ്റെ ഷർട്ട്, എൻ്റെ ആ ബോധതലം അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ടായി തോന്നുന്നു. എല്ലാം ഒന്നായിട്ട് പോകാനുള്ള ഒരു ഏകീകൃത ക്രമമാണ് ഞാൻ പറഞ്ഞ ഈ നിർഗുണ ആരാധന. ആ ഒരു തലത്തിൽ എന്ന് പറയുമ്പോൾ അവർക്ക് യാതൊന്നുമില്ല. ഇപ്പം ഈ പഞ്ചഭൂത നിർമ്മിതമായ നമ്മുടെ ഈ ശരീരത്തെ വേണ്ടും വിധത്തിൽ അനുഷ്ഠാനം ചെയ്യുമ്പോൾ നമ്മളിപ്പം മൂലാധാരം തൊട്ട് നമ്മുടെ സഹസ്രാരം വരെയുള്ള 18 ഗ്രന്ഥികളെ ഒരുപോലെ ഭേദിച്ചു കൊണ്ടുവരുന്ന ഒരു ക്രമമാണ്. അപ്പോൾ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള നമ്മുടെ ഈ 18 ഗ്രന്ഥികളെയും ഒരുപോലെ നമ്മൾ അനുഷ്ഠാനം ചെയ്ത് പ്രകാശിപ്പിക്കുമ്പോൾ ആ ഒരു തലത്തിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ ഇവിടം വരെ നമുക്ക് 7 ഗ്രന്ഥികളാണ് പറഞ്ഞത്, അല്ല ഒരെണ്ണം കൊണ്ടുണ്ട്. ഇവിടെ ലിംബിക എന്ന് ഒരെണ്ണമുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് 7 എണ്ണം വന്നുകൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ട് പോകുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പുറത്തൊരു ലിംബിക എന്ന് പറയുന്ന ഒരു ഗ്രന്ഥികളുണ്ട്.
അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നാദം പിന്നെ ഇങ്ങനെ കൊണ്ട് പോകുക. 18 ഗ്രന്ഥികളാണ്. ഈ 18 ഗ്രന്ഥികളെ ഒരുപോലെ അനുഷ്ഠാനം ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്രമമാണ് നമ്മുടെ ഈ നിർഗുണ ആരാധന. ആ ഒരു ക്രമത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ തത്വമസി, അഹം ബ്രഹ്മാസ്മി, അയമാത്മാ ബ്രഹ്മം, പ്രജ്ഞാനം ബ്രഹ്മ, ഈ 4 വാക്യങ്ങളെയും നമ്മൾ ഒന്നായി കണ്ട് ആ ഒരു തലത്തിലാണ് ഇത് പോകുന്നത്. ശബരിമല തന്നെ 18 പടി കൊടുത്തേക്കുന്നത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 18 പടി എന്ന് പറയുന്നത് നമ്മുടെ ഈ ശരീരത്തിലെ 18 പടികളാണ്. അതുകൊണ്ടാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് തത്വമസി, തത് ത്വം അസി. ഇപ്പോൾ ഗീതയിൽ തന്നെ 18 അധ്യായം. അതല്ലെങ്കിൽ മഹാഭാരതത്തിലെ ആ പിന്നെ ഭീഷ്മപർവം, ആ തലത്തിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന ആ 700 ശ്ലോകം, ഗീതയിലെ ആ 700 ശ്ലോകം മഹാഭാരതത്തിൻ്റെ ആകെയുള്ള അന്തസ്സത്തെയാണ്. അപ്പോൾ ഏതും നമ്മളിത് കൊണ്ടുപോകുന്നത് നമ്മുടെ ഈ തലങ്ങളിലൂടെ നമുക്ക് കടന്നു വരാനുള്ള വഴിയാണ് ഏതും. അപ്പോൾ ഈ പറയുന്ന 18 ഗ്രന്ഥികളെ ഭേദിപ്പിക്കാൻ നമ്മൾ ചെയ്യുന്ന ക്രമം ആ പ്രാണായാമമാണ് നമ്മുടെ ഇവിടുത്തെ പരമ്പരയിലുള്ള ഒരു ക്രമം. അത് നമുക്ക് സാധാരണ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു ക്രമമായതുകൊണ്ട് ഇതുവരെ നമുക്ക് അങ്ങനെ പറഞ്ഞു കൊടുക്കത്തക്ക ഒരു തലത്തിൽ ഒരാളും എത്തിച്ചേർന്നില്ല. പിന്നെ നമ്മൾ ഈ പറയുമ്പോൾ നിറങ്ങളും ഗുണങ്ങളും ഒന്നുമില്ല ഇതിൽ. ഏതാ ഇതിനെല്ലാം അപ്പുറത്താണ് നമ്മൾ നിന്ന് അനുഷ്ഠാനം ചെയ്യുന്നത്. ആ ഒരു മാർഗത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്കിപ്പം ഒരു രീതിയിലുള്ള ഒന്നും നമുക്കങ്ങോട്ട് അവ്യക്തമായിട്ട് കാണുന്നതിനെ, അല്ലെങ്കിൽ നമുക്ക് കാണാത്തതോ കേൾക്കാത്തതോ അറിയാത്തതോ ആയ ഒരു തലത്തിലാണ് നമ്മൾ പോകുന്നത്. രണ്ടുമില്ല. അപ്പോൾ അവിടെ പ്രകാശം മാത്രമേ ഉള്ളൂ. എന്താണോ പ്രകാശമൊന്നും എടുത്തു പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. അപ്പം 1000 സൂര്യചന്ദ്രന്മാർ ഉദിക്കുന്ന പ്രകാശം പോലെ നമ്മുടേതായ തലങ്ങളിലേക്ക് നമ്മൾ ഇവിടുന്ന് ഈ ശരീരം ഇവിടെ ഇരിക്കുമെങ്കിലും നമ്മളങ്ങ് കയറി പോവുക. ഈ ഇപ്പം പ്രാണനെ പിടിച്ച് നമ്മൾ ലയിച്ചാൽ പിന്നെ അങ്ങ് പോവുക കയറി. 2 മണിക്കൂറോ 2.5 മണിക്കൂറോ എത്ര നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സമയത്തെ ഇതിൽ തിരിച്ചു വരുന്നുള്ളൂ. എത്ര മണിക്കൂർ കൊടുക്കുന്നു അത്രയും മണിക്കൂർ നമുക്ക് പുറത്തേക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ക്രമത്തിലാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അത് ഇവിടെ അങ്ങ് നിൽക്കുമല്ലോ, വണ്ടി കയറി അങ്ങ് പോവുമല്ലേ. അപ്പോൾ അതാ ഒരനുഭവം. ആ ഒരനുഭവം എന്ന് പറയുന്നത് നമുക്ക് ഒരാളിനോടും പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത്രയും സമയം കിട്ടുന്ന ഒരു ആനന്ദം ഈ ലോകത്ത് ഒരാളുടെ മുമ്പിൽ നിരത്താൻ പറ്റുന്നതല്ല. അത്രയ്ക്കും നല്ലൊരു തലത്തിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് യാതൊരു വിധമായ ക്ലേശങ്ങളും നമ്മുടെ ജീവിതത്തിലില്ല. എല്ലാം ഭഗവാൻ ആനന്ദത്തിൻ്റെ ഒരു ഉറവിടം നമുക്ക് കാട്ടി തന്നിരിക്കുക. അപ്പോൾ അത് നമ്മൾ വേണ്ടുന്ന രീതിയിൽ ഇനി മുമ്പോട്ട് പോകാനുള്ള ആർജവം, ആ കരുത്ത് ജഗദീശൻ്റെ അനുഗ്രഹം കൊണ്ടും ഗുരുകൃപ കടാക്ഷം കൊണ്ടും നമ്മുടെ ഈ പരമ്പരയുടെ എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാവിധമായ പ്രചോദനവും വന്നുകൊണ്ടേയിരിക്കുക. ഇതും ഒരു പ്രചോദനം. ഇതും സംഭവം കാണുമ്പോൾ സമൂഹത്തിൽ അതിൻ്റേതായ ഒരു മാറ്റങ്ങളും അതിൻ്റേതായ ഒരു ക്രമങ്ങളും അതിൻ്റെ ഒരു ഇതും വരും. ഏത് രോഗവും നമുക്ക് ഒരു മരുന്നും ഇല്ലാതെ മാറ്റുമെന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു ക്രമത്തിലല്ല. ആരെങ്കിലും വരുന്നവർക്കേ ചെയ്യുന്നുള്ളൂ. അല്ല നമ്മൾ പരസ്യമൊന്നും ആരിലും ഇല്ല ഇതുവരെ. അങ്ങനെ പരസ്യം കൊടുത്ത് നമ്മൾ മുമ്പോട്ട് പോകാനും ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു സാഹചര്യം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വന്നപ്പോൾ നമ്മൾ 10 പേർ അറിയുന്നെങ്കിൽ അറിഞ്ഞ് അതിൻ്റേതായ രീതി പോട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ ഒരു തലത്തിൽ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പാകപ്പിഴകളോ മറ്റു കാര്യങ്ങളോ എന്തെങ്കിലും ക്രമങ്ങളോ നമ്മളിൽ നിന്ന് എന്തെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളോ വല്ല അപജയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം സദനം ക്ഷമിച്ചിട്ട് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അതെല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടുണ്ടായതാണെന്ന് സങ്കല്പിച്ച് എൻ്റെ ഈ എളിയ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്കെല്ലാം സന്തോഷം. എപ്പോഴും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.